ഹലോ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേക്കാം മിസ്സേ. ഹലോ, കേൾക്കാൻ പറ്റുന്നു? ഇപ്പൊ കേൾക്കാവോ? കേക്കാം. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് നോക്കാം. എല്ലാവർക്കും അറിയാമെങ്കിൽ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇന്റേണൽ സ്ട്രെസ്സസ് ആദ്യമേ തന്നെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എക്സ്റ്റേണൽ ലോഡ് മൂലം ഉണ്ടാവുന്ന സ്ട്രെസ്സസിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്റേണൽ സ്ട്രെസ് കൊടുക്കുന്ന ഒരു കോൺക്രീറ്റ് ആണ് നമ്മൾ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയാം. അതായത് എക്സ്റ്റേണൽ ലോഡ് മൂലം ഉണ്ടാവുന്ന സ്ട്രെസ്സസിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പൊ ഫിഗർ നോക്കുകയാണെങ്കിൽ ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ടിപ്പിക്കൽ ലോഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക? അത് വയ്യ ബെൻഡ് ചെയ്യും അല്ലെ. പക്ഷെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ ഓൾറെഡി ഒരു എന്താ പറയാ സ്ട്രെസ് കൊടുത്തിട്ടുണ്ടാവും, ഒരു ഇന്റേണലി ഒരു സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ മേലിൽ നിന്ന് ലോഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക? ആ സ്ട്രെസ്സസിനെ അവര് കൗണ്ടറാക്ട് ചെയ്യും. ഇതാണ് മെയിൻ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ദെൻ അവിടെ നമുക്ക് കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്, കുറച്ച് ടേംസ് നമ്മൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെൻഡൻ ആണ്. A tendon എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്ട്രെച്ച്ഡ് എലമെന്റ് യൂസ്ഡ് ഇൻ കോൺക്രീറ്റ് മെമ്പർ ഓഫ് സ്ട്രക്ചർ ടു ഇംപാർട്ട് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. അതായത് നമ്മൾ ആ കോൺക്രീറ്റിൽ എന്തിനെയാണോ സ്ട്രെച്ച് ചെയ്യുന്നത്, അതായത് നമ്മൾ സ്റ്റീൽ വയർ സ്ട്രെച്ച് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കണേ അല്ലേ. അപ്പൊ ആ സ്ട്രെച്ച് ചെയ്യുന്ന എലമെന്റിനെയാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയുന്നത്. ഇനി ആങ്കറേജ് എന്ന് പറയുന്നത് ഡിവൈസ് ജനറലി യൂസ് ടു എനേബിൾ ദ ടെൻഡൻ ടു ഇംപാർട്ട് ആൻഡ് മെയിൻറ്റെയിൻ പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. ആ ടെൻഡനിൽ എന്താ പറയാ പ്രീ സ്ട്രെസ് കൊടുക്കാം, പ്രീ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ ആങ്കർ ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനാണ് ആങ്കറേജ് എന്ന് പറയാം. ദെൻ പ്രീ ടെൻഷനിങ്ങും ഉണ്ട്, പോസ്റ്റ് ടെൻഷനിങ്ങും ഉണ്ട്. പ്രീ ടെൻഷനിങ് എന്ന് പറയുന്നത് എ മെത്തേഡ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റ് ഇൻ വിച്ച് ടെൻഡൻസ് ആർ ടെൻഷൻ ബിഫോർ ദ കോൺക്രീറ്റ് ഈസ് പ്ലേസ്ഡ്. അതായത് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ടെൻഡൻസ് ടെൻഷൻ ചെയ്യും. അങ്ങനെയുള്ള മെത്തേഡിനാണ് നമ്മൾ പ്രീ ടെൻഷനിങ് എന്ന് പറയുക. ഇവിടെ നമ്മുടെ കോൺക്രീറ്റ് ആ സ്റ്റീലും കോൺക്രീറ്റിനെ എന്താ പറയുക സ്ട്രെങ്ത് വരുന്നത് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബോണ്ട് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. ഇനി പോസ്റ്റ് ടെൻഷനിങ് ആണെന്നുണ്ടെങ്കിൽ എ മെത്തേഡ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റ് ബൈ ടെൻഷനിങ് ദ ടെൻഡൻസ് എഗനിസ്റ്റ് ഹാർഡൻഡ് കോൺക്രീറ്റ്. അവിടെ നമ്മൾ ഹാർഡൻഡ് കോൺക്രീറ്റിലാണ്, അതായത് ആദ്യമേ നമ്മൾ ഡക്ട് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൂടെ അതിന് മുമ്പ് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഡക്റ്റിൽ കൂടെയാണ് നമ്മൾ ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദ പ്രീ സ്ട്രെസ് ഇസ് ഇമ്പാർട്ടഡ് ടു ദ കോൺക്രീറ്റ് ബൈ ബിയറിംഗ്. ഇപ്പം പ്രീ ടെൻഷനിൽ പ്രീ സ്ട്രെസ് ഇമ്പാർട്ട് ചെയ്യുന്നത് ബോണ്ട് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ആയിരുന്നു. ഇവിടെ പ്രീ സ്ട്രെസ് ഇസ് ഇമ്പാർട്ടഡ് ബൈ കോൺക്രീറ്റ് ബൈ ബിയറിംഗ്. ദെൻ നെക്സ്റ്റ് വരുന്നത് മെറ്റീരിയൽ ഫോർ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് മെമ്പർ. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. അതിന് മുമ്പ് ബേസിക് ആയിട്ട് പറയുന്നത് നമ്മൾ പ്രീ സ്ട്രെസ്ഡ് മെമ്പറിന് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റും അതുപോലെ തന്നെ ഹൈ സ്ട്രെങ്ത് സ്റ്റീലുമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന വേറെ കുറച്ച് മെറ്റീരിയൽസ് ആണ്. ആദ്യമേ സിമെന്റ്. സിമെന്റിൽ എടുക്കുവാണെങ്കിൽ സിമെന്റ് യൂസ്ഡ് ക്യാൻ ബി എനി ഓഫ് ദ ഫോളോയിങ്. ഏതെങ്കിലും ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് കൺഫോമിംഗ് ടു IS 269, Portland slag cement conforming to IS 455, but the slag content should not be more than 50%. Then rapid hardening Portland cement conforming to IS 8041, high strength ordinary Portland cement conforming to IS 8112. ഇതിൽ ഏത് സിമെന്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ സ്ലാഗ് കണ്ടന്റ് എന്ന് പറയുന്നത് 50%-നേക്കാൾ കൂടാൻ പാടില്ല. ഇത്രയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് റിക്വയർ concrete which has a high compressive strength, reasonably early age with a comparatively higher tensile strength than ordinary concrete. Ordinary concrete നേക്കാളും പെട്ടെന്ന് ഏർലി ഏജിലും അതുപോലെ തന്നെ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവുന്ന ഒരു കോൺക്രീറ്റ് ആയിരിക്കണം നമുക്ക് പ്രീ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ്. അതുപോലെ the concrete for the member shall be air entrained concrete composed of Portland cement, fine and coarse aggregate admixture and water. So പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആയിരിക്കണം. സെക്കൻഡ് എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ ദ എയർ എൻട്രെയിനിങ് ഫീച്ചർ
may be of air entraining Portland cement or an approved air entraining admixture. And നമ്മളത് കോൺക്രീറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പറയുന്നതാണല്ലോ എയർ എൻട്രെയിനിങ് കോൺക്രീറ്റ് എങ്ങനെയാണ്. അപ്പോൾ എയർ എൻട്രെയിനിങ് ഫീച്ചർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ എയർ എൻട്രെയിനിങ് പോർട്ട്ലാൻഡ് സിമെന്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് അഡ്മിക്സർ ആഡ് ചെയ്യാം. Then the entrained air content shall not be less than 4% or more than 6%. Entrained limit ആണ് പറയണേ. Entrained air content shall not be less than 4% or more than 6%. Then the minimum cement content of 300 to 360 kilogram per meter cube is prescribed for durability requirement. ഇത്രയുമാണ്. And the water content should be as low as possible. ഇത്രയാണ് മെയിൻ കോൺക്രീറ്റിന്റെ കാര്യങ്ങൾ. ഒന്നാമത്തെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് യൂസ് ചെയ്യുക, ദെൻ എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യുക. ദെൻ എയർ എൻട്രെയിൻഡ് യൂസ് ചെയ്യുമ്പോൾ the entrained air content shall not be less than 4% or more than 6% ആയിരിക്കണം. മിനിമം സിമന്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 300 to 360 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. വാട്ടർ കണ്ടന്റ് should be as low as possible. അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ ഗ്രേഡ് പറയുന്നുണ്ട്. M30 കോൺക്രീറ്റും M40 കോൺക്രീറ്റും ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. M40 ആണ് പ്രീ ടെൻഷന്റെ മെമ്പറിൽ നമ്മൾ M40 ആണ് യൂസ് ചെയ്യുക. M30 ആണ് നമ്മൾ പോസ്റ്റ് ടെൻഷന്റെ കേസിൽ യൂസ് ചെയ്യുക. അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട് കേട്ടോ. ദെൻ സ്റ്റീലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ വരുന്ന കാര്യങ്ങളാണ് ഹൈ ടെൻസൈൽ സ്റ്റീൽ, ടെൻഡൻ, സ്ട്രാൻഡ് ഓർ കേബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സ്റ്റീൽ യൂസ്ഡ് ഇൻ പ്രീ സ്ട്രെസ് ഷാൽ ബി എനി ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ്. ഒന്നെങ്കിൽ പ്ലെയിൻ ഹാർഡ് ഡ്രോൺ സ്റ്റീൽ വയർ കൺഫോമിംഗ് ടു IS 1785, cold drawn indented wire conforming to IS 6003, high tensile steel wire bar conforming to IS 2090, uncoated stress relief strand conforming to IS 6006. ഇതിൽ ഏത് സ്റ്റീൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് സ്റ്റീൽ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടതെന്ന് മാത്രം. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഹൈ ഗ്രേഡ് കോൺക്രീറ്റും അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് സ്റ്റീലും കൊടുക്കണേ എന്നുള്ള കാര്യം. നെസസിറ്റി ഓഫ് ഹൈ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ. ഈ നെസസിറ്റി ഒരു തവണ PSC ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് will give higher the bone strength which is vital in pre-tension concrete. High grade concrete higher bearing strength which is vital in post-tension concrete. നമുക്ക് നേരത്തെ നമ്മൾ പ്രീ ടെൻഷനും പോസ്റ്റ് ടെൻഷനും പറഞ്ഞായിരുന്നു. പ്രീ ടെൻഷന്റെ മെമ്പറിൽ പ്രീ സ്ട്രെസ് കൊടുക്കുന്നത് ബോൺ സ്ട്രെങ്ത് വഴിയും പോസ്റ്റ് ടെൻഷന്റെ മെമ്പറിൽ ബിയറിംഗ് സ്ട്രെങ്ത് വഴിയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പൊ ഹൈ ഗ്രേഡ് കോൺക്രീറ്റ് ആണ് ഹൈ ബോൺ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഹൈ ബിയറിംഗ് സ്ട്രെങ്ത്തും ഇമ്പാർട്ട് ചെയ്യുന്നത്. Then high strength concrete is necessary for pre-stress concrete as the material over high resistant to in tension, shear bond and bearing. Then high strength concrete is less liable to shrinkage cracks and has lighter modulus of elasticity and smaller ultimate creep strain, resulting in smaller loss of pre-stress in steel. ക്വസ്റ്റ്യൻ PSCയുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു നെസസിറ്റി ഓഫ് ഹൈ ഗ്രേഡ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ. ലിമിറ്റ് ഓഫ് അല്ലെങ്കിൽ ലെസ് ലയബിൾ ടു shrinkage ക്രാക്ക്, പിന്നെ വേറെ കുറച്ച് ഓപ്ഷൻസ് ആയിരുന്നു. എൻ്റെ ആൻസർ ലെസ് ലയബിൾ ടു shrinkage ക്രാക്സ് എന്നായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. സോ അപ്പൊ നിങ്ങൾ ഓരോ പോയിന്റും നോക്കുക. മെയിൻ ആയിട്ടുള്ള കാര്യം ഹൈ ഗ്രേഡ് കോൺക്രീറ്റ് കൊടുക്കുന്നത് ബോൺ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും ബിയറിംഗ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും, അതുപോലെ തന്നെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ concrete will be less liable to shrinkage crack and it will have lighter modulus of elasticity, smaller ultimate creep strain ആയിരിക്കും. ഇതെല്ലാം കാരണം സ്മോളർ ലോസ് ആയിരിക്കും pre-stress സ്റ്റീലിൽ ഉണ്ടാവുക. The use of high strength concrete result in a reduction in a cross-sectional dimension of pre-stress concrete structural element with a reduced dead weight of the material. Longer span becomes technically and economically practicable. High strength concrete നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെക്ഷൻ ഡയമെൻഷനിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡെഡ് വെയിറ്റ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M30 ആയിരിക്കണം പോസ്റ്റ് ടെൻഷനും, M40 ആണ് നമ്മുടെ പ്രീ ടെൻഷന് കൊടുക്കുന്ന വാല്യൂ. ഒരു തവണ PSCയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മിനിമം ഗ്രേഡ് ഓഫ് പോസ്റ്റ് ടെൻഷൻ ആൻഡ് പ്രീ ടെൻഷന്റെ മെമ്പറിന് ഒരുമിച്ച് ചോദിച്ചു. എന്നിട്ട് M30 and M40 and M30 എന്ന് പറഞ്ഞ് ഓരോ തവണയും പിന്നെ വേറെ 2-3 ഗ്രേഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഗ്രേഡുകൾ മാറിപ്പോയത് പോസ്റ്റ് ടെൻഷന് M30 എന്നും പ്രീ ടെൻഷന് M40 ഗ്രേഡും ആയിരിക്കണം കൊടുക്കേണ്ടത്. പ്രീ ടെൻഷൻ മെമ്പറിനായിരിക്കും ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് കൂടുതൽ കൊടുക്കുക. Then differentiate between pre-tensioning and post-tensioning method. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് pre-stressed കോൺക്രീറ്റ് ഉണ്ടാക്കാനുള്ളത്. പ്രീ ടെൻഷനിങ് മെത്തേഡും ഉണ്ട്, പോസ്റ്റ് ടെൻഷനിങ് മെത്തേഡും ഉണ്ട്.
പ്രീ ടെൻഷൻ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ഒരു മൗൾഡ് എടുക്കും. മൗൾഡിൻ്റെ അകത്തേക്ക് നമ്മൾ ടെൻഡൻ ആദ്യമേ തന്നെ പ്ലേസ് ചെയ്യും. ടെൻഡൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആദ്യമേ നമ്മൾ മൗൾഡ് എടുക്കും. മൗൾഡിലേക്ക് ടെൻഡൻ പ്ലേസ് ചെയ്യും. ടെൻഡൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോൺക്രീറ്റ് പോർ ചെയ്യണേ. കോൺക്രീറ്റ് പോർ ചെയ്യുമ്പോൾ ഈ കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താണ് പറയാ ബോണ്ട് ഉണ്ടാവും. സോ ആദ്യമേ മോൾഡ് ആർ കെപ്റ്റ് ഇൻ കാസ്റ്റിംഗ് ബെഡ് ആൻഡ് വയേഴ്സ് ആർ ഇൻസർട്ടഡ് ത്രൂ ദ മൗൾഡ്. അപ്പോൾ വയർ ഇൻസർട്ട് ചെയ്യും. അത് കേൾക്കുന്നില്ല, കട്ടാവുന്നുണ്ട്. കട്ടായി പോവാണോ? ഒരു മിനിറ്റ് കേട്ടോ. ഒരു മിനിറ്റ്. ഹലോ, ഇപ്പൊ കേൾക്കാമോ? ആ മിസ് കേൾക്കാം. എവിടെ തൊട്ടായിരുന്നു നിന്നുപോയേ? നെസസിറ്റി ഒക്കെ കേട്ടായിരുന്നു. അതൊക്കെ കേട്ടു. പ്രീ ടെൻഷനിങ്ങിന് ഓക്കെ. സോ നമ്മള് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ് മെത്തേഡിന്റെ ഡിഫറൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രീ ടെൻഷനിങ് മെത്തേഡ് ആണ്. പ്രീ ടെൻഷനിങ് മെത്തേഡിൽ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ കോൺക്രീറ്റ് ആദ്യമേ മൗൾഡ് എടുക്കും. മൗൾഡിലേക്ക് നമ്മൾ വയർ ഇൻസേർട്ട് ചെയ്യും. ഈ വയർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? രണ്ട് എൻഡിലും ഫിക്സ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നത്. കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ കോൺക്രീറ്റും വയറും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അറ്റൈൻ ചെയ്യുന്നേരം വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യും. അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? രണ്ട് എൻഡിലും വയർ കട്ട് ചെയ്തിട്ട് ഈ പ്രീസ്ട്രെസിങ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ പ്രീസ്ട്രെസിങ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന വഴി എന്ന് പറയുന്നത് ബോണ്ട് ആക്ഷൻ ബിറ്റ്വീൻ വയർ ആൻഡ് കോൺക്രീറ്റ് ആയിരിക്കും. ഈ മെത്തേഡ് നമ്മൾ ഓൾസോ ലോങ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഹോയർ മെത്തേഡ് എന്ന് പറയും. ഇനി അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പ്രീ ടെൻഷനിങ് ഇനി പോസ്റ്റ് ടെൻഷനിങ് മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യമേ തന്നെ കോൺക്രീറ്റ് ഏത് ഷേപ്പിലാണോ അല്ലെങ്കിൽ ഏത് സൈസിലാണോ വേണ്ടത് അതനുസരിച്ച് കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഡക്റ്റ് കൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ ടെൻഡൻസിനെ ചെയ്യുന്നത്. ഈ ഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് PVC മെറ്റൽ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ഓൾസോ ഫ്ലെക്സിബിൾ ആൻഡ് പ്രൊവൈഡഡ് ഇൻ എനി ഷേപ്പ്. ഇനി കോൺക്രീറ്റ് സഫീഷ്യന്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കേബിൾസ് ഡക്റ്റിൽ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് രണ്ട് എൻഡിലും ടെൻഷൻ ചെയ്യും. ഇനി cables can be provided inside the duct either before or after concreting. Concreting ചെയ്യുന്നതിന് മുമ്പോ ചെയ്യാം. പക്ഷെ നമ്മൾ ഡക്റ്റിൽ കൂടെ ആയിരിക്കും നമ്മൾ എന്താ ചെയ്യുക? ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക? ടെൻഷനിങ് വിൽ ബി ഡൺ either from one end or from both end. ഒന്നെങ്കിൽ ഒരു എൻഡിൽ മാത്രം നമ്മൾ ടെൻഷൻ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ രണ്ട് എൻഡിൽ കൂടെ നമ്മൾ ടെൻഷൻ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർ ആങ്കറേജ് സിസ്റ്റം വഴി നമ്മൾ ആങ്കറേജ് ചെയ്ത് വെക്കും. ഇതാണ് രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് pre-tension മെത്തേഡിൽ ആണ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഫാക്ടറി പ്രൊഡക്ഷൻ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ. കാരണം നമ്മൾ കാസ്റ്റ് ചെയ്യുവാണ് അല്ലെ, അപ്പൊ എല്ലാ കൺട്രോൾഡ് കണ്ടീഷൻ വെച്ച് ഫാക്ടറി പ്രൊഡക്ഷനുള്ള യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രീ ടെൻഷന്റെ മെത്തേഡായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കണേ. കാസ്റ്റിംഗ് സിറ്റുവിലാണെങ്കിൽ പോസ്റ്റ് ടെൻഷനിങ് മെത്തേഡ് ആയിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ. ദെൻ ലോസ് ഓഫ് ഫ്രീ സ്ട്രെസ് എന്ന് പറയുന്നത് പ്രീ ടെൻഷനിങ്ങിനായിരിക്കും കൂടുതൽ, പോസ്റ്റ് ടെൻഷനിങ്ങിൽ കുറവായിരിക്കും. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 18 to 20%. ടോട്ടൽ ലോസിന്റെ കാര്യമാണ് കേട്ടോ. ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 18 to 20% ആയിരിക്കും പ്രീ ടെൻഷൻ വരുമ്പോൾ. പോസ്റ്റ് ടെൻഷൻ വരുമ്പോൾ അത് 15 to 18% ആയിരിക്കും. ഇനി സൈസ് ഓഫ് ദ മെമ്പർ ഈസ് റെസ്ട്രിക്റ്റഡ് ബിക്കോസ് ലാർജ് മെമ്പേഴ്സ് ആർ മോർ ഡിഫിക്കൽട്ട് ടു ട്രാൻസ്ഫർ. അതായത് നമ്മൾ ആദ്യമേ തന്നെ പ്രീ ടെൻഷൻ അതായത് കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനല്ല, അതുകൊണ്ട് തന്നെ സൈസ് ഓഫ് മെമ്പർ എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഇവിടെ പോസ്റ്റ് ടെൻഷനിങ്ങിന്റെ കേസിൽ സൈസ് ഓഫ് മെമ്പർ ഈസ് അൺറെസ്ട്രിക്റ്റഡ് ആണ്. കാരണം സൈറ്റിൽ തന്നെ നമുക്ക് മെമ്പർ കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എക്കണോമിക്കൽ കുറച്ചും കൂടി പ്രീ ടെൻഷന്റെ മെത്തേഡ് ആയിരിക്കും. പോസ്റ്റ് ടെൻഷൻ മെത്തേഡ് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. കാരണം അതിന് ഷീറ്റിംഗ് ഗ്രൗട്ടിങ് അതോടൊപ്പം തന്നെ ആങ്കറേജ് ഡിവൈസിനും കോസ്റ്റ് കൂടുതലായിരിക്കും.
ഇനി മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് പ്രീ ടെൻഷന് യൂസ് ചെയ്യേണ്ടത് M40യും പോസ്റ്റ് ടെൻഷനിങ്ങിന് M30 ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആ 5th പോയിന്റ് ആണ്. മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. 2-3 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ പ്രീ ടെൻഷന്റെ മെത്തേഡ്. നെക്സ്റ്റ് കവർ കൊടുക്കേണ്ടതാണ്. IS കോഡ് പ്രകാരം നമ്മൾ പ്രീ ടെൻഷൻ അല്ല പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് IS 1343/1980 ആണ്. ഇനി അക്കോർഡിംഗ് ടു IS കോഡ് 20 mm കവർ ആണ് പ്രീ ടെൻഷന്റെ മെമ്പറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി പോസ്റ്റ് ടെൻഷന്റെ മെമ്പറിൽ 30 mm ഓർ സൈസ് ഓഫ് ദ കേബിൾ വിച്ചെവർ ഈസ് ബിഗർ അതായിരിക്കും നമ്മൾ കവർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി പ്രീ സ്ട്രെസ്ഡ് മെമ്പർ എക്സ്പോസ് ടു ആൻ അഗ്രസീവ് എൻവയോൺമെന്റ് ആണെങ്കിൽ ഈ കവർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അനദർ 10 mm. സോ ഇപ്പൊ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടീഷൻ നോക്കുക. പ്രീ ടെൻഷന്റെ മെമ്പർ ആണോ പോസ്റ്റ് ടെൻഷന്റെ മെമ്പർ ആണോ തന്നേക്കണേന്ന് ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏത് എൻവയോൺമെന്റൽ കണ്ടീഷൻ ആണ്. അഗ്രസീവ് എൻവയോൺമെന്റൽ കണ്ടീഷൻ പ്രത്യേകം പറയുവാണ് തന്നിരിക്കുന്ന വാല്യൂ ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 10 mm. Then forms of pre-stressing steel. നമുക്ക് പ്രീ സ്ട്രെസ്സിങ് സ്റ്റീൽ എങ്ങനെ കൊടുക്കാം? വയേഴ്സ് ആയിട്ട് കൊടുക്കാം, അതുപോലെ സ്ട്രാൻഡ്സ് ആയിട്ട് കൊടുക്കാം, ടെൻഡൻ ആയിട്ട് കൊടുക്കാം, ഓർ കേബിൾ ആയിട്ട് കൊടുക്കാം, ബാർ ആയിട്ടും കൊടുക്കാം. ഈ വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ സ്ട്രെസ്സിങ് വയർ സിംഗിൾ യൂണിറ്റ് മേഡപ്പ് ഓഫ് സ്റ്റീൽ. ഒരു സിംഗിൾ യൂണിറ്റ് ആയിരിക്കും വയർ എന്ന് പറയുന്നത്. ഒരു വയർ എന്ന് പറഞ്ഞ സ്റ്റീൽ കൊണ്ടുണ്ടാക്കുന്നത്. സ്ട്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 or 3 or 7 വയേഴ്സ് ഒരുമിച്ച് വൗണ്ട് ചെയ്തേക്കുന്നതിനാണ് നമ്മൾ സ്ട്രാൻഡ് എന്ന് പറയാം. ടെൻഡൻ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് സ്ട്രാൻഡ്സ് ഓഫ് വയർ wounded to form a pre-stressing tendon. വയർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിരുന്നു. ഒരു 2, 3 or 7 വയേഴ്സിനെ കമ്പൈൻ ചെയ്യുന്നതിനാണ് സ്ട്രാൻഡ് എന്ന് പറയാ. ഒരു ഗ്രൂപ്പ് ഓഫ് സ്ട്രാൻഡ് അല്ലെങ്കിൽ വയറിനെ കമ്പൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയാ. ഈ ഗ്രൂപ്പ് ഓഫ് ടെൻഡൻ കമ്പൈൻ ചെയ്യുന്നതിന് നമ്മൾ കേബിൾ എന്ന് പറയും. ആൻഡ് ബാർ എന്ന് പറയുന്നത് ടെൻഡൻ ക്യാൻ ബി മേഡ് ഓഫ് എ സിംഗിൾ സ്റ്റീൽ ബാർ. ഒറ്റ സിംഗിൾ സ്റ്റീൽ ബാർ ആയിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ദ ഡയമീറ്റർ ഓഫ് ബാർ ഇസ് മച്ച് ലാർജർ ദാൻ ഓഫ് എ ഒരു വയറിനേക്കാളും വലിയൊരു ഡയമീറ്റർ ഉള്ള ഒരു ബാർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്തേക്കുക. അതിനാണ് ഒറ്റ സിംഗിൾ സ്റ്റീൽ ബാർ എന്ന് പറയാം. സോ മാറിപ്പോയത് വയർ എന്ന് പറയുന്ന ഒരു സിംഗിൾ യൂണിറ്റ് ആയിരിക്കും. ആ വയർ ഒരു ഗ്രൂപ്പ് ഓഫ് വയേഴ്സിന് പറയുന്നതാണ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് സ്ട്രാൻഡിന് പറയുന്ന ടെൻഡൻ, ഗ്രൂപ്പ് ഓഫ് ടെൻഡൻസിന് പറയുന്നതാണ് കേബിൾ. The nature of steel concrete interface. സ്റ്റീൽ കോൺക്രീറ്റ് ഇന്റർഫേസ് വെച്ചിട്ട് നമുക്ക് 2 ടൈപ്പ് പറയാം. ബോണ്ടഡ് ടെൻഡൻ എന്നും പറയാം, അതുപോലെ തന്നെ അൺബോണ്ടഡ് ടെൻഡൻ എന്നും പറയാം. ബോണ്ടഡ് ടെൻഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when there is an adequate bond between pre-stressing tendon and concrete, it is called bonded tendon. pre-stressing ടെൻഡനും കോൺക്രീറ്റും തമ്മിൽ നല്ല ബോണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബോണ്ടഡ് ടെൻഡൻ എന്ന് പറയും. പ്രീ ടെൻഷൻ ആൻഡ് ഗ്രൗട്ടഡ് പോസ്റ്റ് ടെൻഷൻ ടെൻഡൻ ആർ ബോണ്ടഡ് ടെൻഡൻസ് എന്ന് പറയാം. അതായത് പ്രീ ടെൻഷന്റെ മെമ്പറിൽ നമുക്ക് എന്തായാലും കോൺക്രീറ്റും ടെൻഡനും തമ്മിൽ ബോണ്ടിങ് ഉണ്ടാവും. കാരണം നമ്മൾ ടെൻഡൻ വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മേലേക്കാണ് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും അല്ലെ. ഇനി പോസ്റ്റ് ടെൻഷന്റെ കേസിലാവുമ്പോൾ നമ്മൾ ഓൾറെഡി കാസ്റ്റ് ചെയ്തേക്കുന്ന കോൺക്രീറ്റിൽ ഒരു ഡക്ട് പ്രൊവൈഡ് ചെയ്ത് വെച്ചേക്കുക അല്ലെ. അതിനോടൊപ്പം ഗ്രൗട്ടും കൂടെ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? അവിടെ ഒരു ബോണ്ടഡ് ടെൻഡൻ എന്ന് പറയും. ഇനി അൺബോണ്ടഡ് ടെൻഡൻ എന്ന് പറഞ്ഞാൽ when there is no bond between pre-stressing tendon and concrete, it is called unbonded tendon. അതായത് grout is not applied after when grout is not applied after post tensioning, the tendon is an unbonded tendon. അതായത് അവർ തമ്മിൽ കോൺക്രീറ്റും ടെൻഡനും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ അൺബോണ്ടഡ് ടെൻഡൻ എന്ന് പറയുന്നത്. Then advantages of pre-stressing member. In pre-stressed concrete member, deflection are less compared to RCC മെമ്പറിനെ വെച്ച് നോക്കുമ്പോൾ pre-stressed concrete മെമ്പറിന് ഡിഫ്ലക്ഷൻ കുറവായിരിക്കും. pre-stressed concrete fatigue resistance is more compared to RCC. fatigue resistance RCC-യേക്കാൾ കൂടുതലായിരിക്കും. In pre-stressed concrete, dimension are less because external stresses are counterbalanced by internal stress induced by pre-stress. അപ്പോൾ സ്ട്രെസ് എടുക്കുമ്പോൾ നമുക്ക് വളരെ സ്ട്രെസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ RCC എടുത്ത് നോക്കുമ്പോൾ അതിനേക്കാളും ഡയമെൻഷൻ കുറവായിരിക്കും pre-stressed concrete. അതുപോലെ മെയിൻ സെക്ഷൻ റിമെയിൻ അൺക്രാക്ട് അണ്ടർ സർവീസ് ലോഡ്. സർവീസ് ലോഡിന്റെ കേസിൽ സെക്ഷൻ അൺക്രാക്ക് ആയിട്ടിരിക്കും. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഡക്ഷൻ ഇൻ സ്റ്റീൽ കൊറോഷൻ, ക്രാക്ക് ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് റിഡക്ഷൻ ഇൻ സ്റ്റീൽ കൊറോഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ചെയ്യാം. ദെൻ ഫുൾ സെക്ഷൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ് ഹയർ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഹയർ സ്റ്റിഫ്നെസ് ആയിരിക്കും. ദെൻ ലെസ് ഡിഫോർമേഷൻ,
Then increase in shear capacity. Hello, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Hello, okay. Increase in shear capacity, suitable for use in pressure vessel, liquid retaining structure, improved performance under dynamic and static loading, higher span to depth ratio. ഇതെല്ലാം advantages ആയിട്ട് pre-stressed concrete. Larger span are possible with the pre-stressing. Building bridges ആവാം, building ആവാം, അല്ലെങ്കിൽ large concrete space ആയിരിക്കും. Larger spans are possible with the pre-stressing. And typical values of span to depth ratio slab എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ non pre-stressed slabന് 28:1 ആയിരിക്കും, pre-stressed slabന് 45:1 ആയിരിക്കും. Span to depth ratio of non pre-stressed slab 28:1 ഉം pre-stressed slab is 45:1 ആയിരിക്കും. ഇതിലും PSC ചോദിച്ചേക്കുന്ന കേസ് ഈ ഫസ്റ്റ് 3 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. pre-stressed concrete member compared to RCC ഓരോ പോയിന്റ് വരും. ഡിഫ്ലക്ഷൻ ലെസ് ആണ്, അതുപോലെ തന്നെ ഫാറ്റിക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ആൻഡ് ഡയമെൻഷൻ ലെസ് ആയിരിക്കും. ഇത് 3 PSC ചോദിച്ചിട്ടുള്ളതാണ്. എന്നാലും എല്ലാ പോയിന്റ്സും ഒന്നും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇത്രയാണ് ജനറൽ കാര്യങ്ങൾ pre-stressed മെമ്പറിനെ കുറിച്ച്. ദെൻ അടുത്ത വരുന്ന അനാലിസിസ് ഓഫ് pre-stressed മെമ്പർ ആണ്. അനാലിസിസ് ഓഫ് pre-stressed മെമ്പറിൽ വരുമ്പോൾ ഫസ്റ്റ് ബേസിക് അസംഷൻ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഇസ് എ ഹോമോജീനിയസ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ റേഞ്ച് ഓഫ് വർക്കിംഗ് സ്ട്രെസ് ബോത്ത് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ബിഹേവ്. ഹലോ, within the range of working stress both concrete and steel behave elastically. Just note ചെയ്ത് വെക്കുക. Within the range of working stress both concrete and steel behave elastically, notwithstanding the small amount of creep which occur in both material under sustained load. ഇവിടെ pre-stressed മെമ്പറിൽ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാണ്. ഇറ്റ് ബിഹേവ് ലൈക്ക് എലാസ്റ്റിക്കലി ആണ്. And the plane section before bending is assumed to remain plane after bending, which implies that linear strain distribution across the depth of member. Pre-stressed memberലും linear strain distribution ആയിരിക്കും across the depth of the member. ഇനി നമുക്ക് ടെൻഡൻ അറേഞ്ച് ചെയ്യണം. നമുക്ക് 2 രീതിയിൽ ടെൻഡൻ അറേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? സോ നമുക്ക് pre-stressed കോൺക്രീറ്റ് മെമ്പറിൽ 2 അറേഞ്ച്മെന്റ് ടെൻഡൻസ് നമുക്ക് ഒന്ന് കോൺസെൻട്രിക് ടെൻഡനുമായിട്ട് അറേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ എസെൻട്രിക് ടെൻഡനുമായിട്ട് അറേഞ്ച് ചെയ്യാം. കോൺസെൻട്രിക് ടെൻഡന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നതാണ് കോൺസെൻട്രിക് pre-stressed മെമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ആ മിഡ് പോർഷനിൽ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ എന്താ പറയാ ടെൻഡൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് ജസ്റ്റ് P/A. P എന്ന് പറയുന്നത് pre-stressing ഫോഴ്സ് ആണ്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ മെമ്പർ ആയിരിക്കും. pre-stressing സ്ട്രെസ് അവിടുത്തെ pre-stressന്റെ വാല്യൂ എന്ന് പറയുന്നത് P/A കോൺസെൻട്രിക് ടെൻഡൻ വരുമ്പോൾ. ഇനി നമുക്കുള്ളത് എസെൻട്രിക് ടെൻഡൻ ആണ്. എസെൻട്രിക് ടെൻഡൻ തന്നെ നമുക്ക് ടെൻഡൻ നമ്മളൊരു എസെൻട്രിസിറ്റിയിൽ കൊടുക്കുന്നതാണ്. അതിനാണ് നമ്മൾ എസെൻട്രിക് ടെൻഡൻ എന്ന് പറയാ. എസെൻട്രിക് ടെൻഡന്റെ ഇതാണ് ഫിഗർ വന്നേക്കുന്നത്. ഒരു ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ വാല്യൂ എസെൻട്രിസിറ്റിയിൽ കൊടുക്കുന്നതാണ് എസെൻട്രിക് ടെൻഡൻ എന്ന് പറയാ. ഈ ഫിഗർ എന്ന് പറയുന്നത് ബീം വിത്ത് ബെൻഡ് ടെൻഡൻ ആണ്. എസെൻട്രിസിറ്റി ബെൻഡ് ചെയ്ത് കൊടുത്തേക്കുന്നതിനാണ് നമ്മൾ ഈ ഫിഗർ കാണിച്ചേക്കുന്നത്. സോ എസെൻട്രിക് ടെൻഡനിൽ വരുമ്പോൾ എസെൻട്രിസിറ്റി ഇ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 2 സ്ട്രെസ് വരും. ഡയറക്റ്റ് സ്ട്രെസ് P/A, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോഴ്സ് മൂലം ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് P/A വരും. ദെൻ ഈ എസെൻട്രിസിറ്റി മൂലം ഒരു സ്ട്രെസ് ഉണ്ടാവും, അതിനാണ് PE/Z. അതായത് എസെൻട്രിസിറ്റി മൂലം ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറയുന്നത് P/E. സ്ട്രെസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാ M/Z ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൊമെന്റ് എന്ന് പറയുന്നത് P/E ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ മൊമെന്റ് കിട്ടുക. സോ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് PE/Z. സോ ടോട്ടൽ റിസൾട്ടന്റ് സ്ട്രെസ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ഉള്ള സമ്മിനായിരിക്കും റിസൾട്ടന്റ് സ്ട്രെസ് എന്ന് പറയാം. ഇനി ഇത് ലോഡ് ഇല്ലാത്ത കേസിൽ കേട്ടോ. ഇനി ലോഡ് ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഡെഡ് ലോഡും ലൈവ് ലോഡും എല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആക്സിയൽ സ്ട്രെസ് അതായത് ഫോഴ്സ് മൂലം ഉണ്ടാവുന്ന P/A ചെയ്യുമ്പോൾ കിട്ടും.
രണ്ടാമത് എസെൻട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എസെൻട്രിസിറ്റി മൂലം ഉണ്ടാവുന്ന അതായത് പി ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ ഇസഡ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ടോപ്പിലും ബോട്ടത്തിലും സ്ട്രെസ് ഉണ്ടാവും കേട്ടോ. ഇത് ഫസ്റ്റ് വൺ പി ബൈ എ എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട്, അതായത് ഇവിടെ നമുക്ക് റെക്ടാങ്കിൾ സെയിം വാല്യൂ ആയിരിക്കും, മേളിലും താഴെയും പി ബൈ എ ആയിരിക്കും. ഇനി എക്സെൻട്രിസിറ്റി മൂലം ഉണ്ടാവുമ്പോൾ നമുക്ക് പി ഇ ബൈ ഇസഡ് ബി, അതായത് ഇസഡ് ബി എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ് ബോട്ടം ഫൈബറിന്റെ ഇസഡ് ബിയും ടോപ്പിലെ ഇസഡ് ടിയും ആയിരിക്കും. സ്ട്രെസ് എന്ന് പറയുന്നത് എം ബൈ ഇസഡ് ആണല്ലേ, അപ്പൊ എം കിട്ടാൻ വേണ്ടിയാണ് പി ഇൻറ്റു ഇ മൊമെന്റ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി ചെയ്യുന്നത്. ഇനി നമുക്ക് ലൈവ് ലോഡ് മൂലം ഉണ്ടാവുന്ന മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഡെഡ് ലോഡ് മൂലം ഉണ്ടാവുന്ന ലോഡും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഡെഡ് ലോഡ് മൂലം ഉണ്ടാവുന്ന മൊമെന്റ് ആണ് എം മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് ഡിവൈഡഡ് ബൈ ഇസഡ് ടി. ഇസഡ് ടി എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ് അറ്റ് ടോപ്പ് ഫൈബർ, ഇവിടെ താഴെ ഡെഡ് ലോഡ് മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് ഡിവൈഡഡ് ബൈ സെക്ഷൻ മോഡുലസ് അറ്റ് ബോട്ടം ഫൈബർ. ഇനി നമുക്ക് എന്താണ് നോക്കണ്ടേ, ലൈവ് ലോഡ് മൂലം ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സമ്യമായിരിക്കും ടോട്ടൽ സ്ട്രെസ് ഓൺ ഫ്രീ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അനാലിസിസ് വരിക. അപ്പൊ അനാലിസിസിൽ ശ്രദ്ധിക്കേണ്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് 2-3 തവണ ക്വസ്റ്റ്യൻസ് പി എസ് സിയിൽ കണ്ടിട്ടില്ല, ബട്ട് ഗേറ്റ് ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈക്വേഷൻസ് നോക്കുക. സോ ടോട്ടൽ സ്ട്രെസ് ഇപ്പൊ ടോപ്പ് ഫൈബറിന്റെ സ്ട്രെസ് എന്ന് പറയുന്നത് പി ബൈ എ പ്ലസ് പി ഇ ബൈ ഇസഡ് മൈനസ് എം ഡി ബൈ ഇസഡ് ടി മൈനസ് എം എൽ ബൈ ഇസഡ് ടി എന്നായിരിക്കും. ഇനി ഇവിടെ വരുമ്പോൾ ബോട്ടം ഫൈബർ വരുമ്പോൾ പി ബൈ എ പ്ലസ് പി ഇ ബൈ ഇസഡ് മൈനസ് എം ഡി ബൈ ഇസഡ് മൈനസ് എം എൽ ബൈ ഇസഡ് ബി, ഇങ്ങനെയായിരിക്കും വാല്യൂ വരിക. എന്നിട്ട് അതിന്റെ വാല്യൂ ടോപ്പ് ഫൈബറിനെ ബോട്ടം ഫൈബറിനെ വാല്യൂ എഴുതിയിരിക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ പിയുടെ വാല്യൂം ഇയുടെ വാല്യൂ എല്ലാം തന്നിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യനിൽ ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ടത് ടെൻഡൻ പ്രൊവൈഡ് ചെയ്തേക്കാൻ ഏതെങ്കിലും എസെൻട്രിസിറ്റിയിലാണോ അല്ലയോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യാം. എസെൻട്രിസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മെയിൻ ആയിട്ട് അവിടെ എസെൻട്രിസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ആകെ സ്ട്രെസ് എന്ന് പറയുന്നത് പി ബൈ എ ആണ്. ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ ലോഡ് മൂലം ഉണ്ടാവുന്ന സ്ട്രെസ്സും കൂടെ ഉണ്ടാവും. ഇനി എസെൻട്രിസിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ ആ എസെൻട്രിസിറ്റി മൂലം ഉണ്ടാവുന്ന മൊമെന്റും കൂടെ നമ്മൾ നോക്കാം. സോ ആക്സിയൽ സ്ട്രെസ് പി ബൈ എ, എസെൻട്രിസിറ്റി മൂലം ഉണ്ടാവുന്നത് പ്ലസ് ഓർ മൈനസ് പി ഇ ബൈ ഇസഡ് ടി ആയിരിക്കും, മേലില് മൈനസും താഴെ പോസിറ്റീവും. ഇനി മൊമെന്റ് മൂലം ആണെങ്കിൽ എം ബൈ ഇസഡ് ആണ് എടുക്കുക, മേലില് പോസിറ്റീവ് താഴെ നെഗറ്റീവ്. ഇത് തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല കേട്ടോ, നേരെ തിരിച്ചാണ് ബെൻഡിങ് സ്ട്രെസ് പറഞ്ഞേക്കുന്നത്. ഇവിടെ തിരിച്ചാണ്, അത് വലിയ കുഴപ്പമില്ല. മൊമെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എസെൻട്രിസിറ്റി മൂലം ഉള്ള സ്ട്രെസ് വരിക. അപ്പൊ അത്രയും നോക്കാം. പ്രോബ്ലംസ് ഞാൻ ക്ലാസ്സിൽ ചെയ്യാൻ സമയം കിട്ടുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ചെയ്തു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തത് നിങ്ങൾക്ക് നോട്ടായിട്ട് തരാം കേട്ടോ. ഇനി മെയിൻ ആയിട്ട് വരുന്നത് ലോസസ് ഓഫ് ഫ്രീ സ്ട്രെസ് ആണ്. ലോസസ് ഓഫ് ഫ്രീ സ്ട്രെസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ്, free stress does not remain constant with time. ഒരു 5 minutes ബ്രേക്ക് എടുക്കാവോ? ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 5 minutes ബ്രേക്ക് എടുക്കട്ടോ. കേസ് വഴക്കുണ്ടാക്കണേ. ഹലോ,
ഹലോ സ്റ്റാർട്ട് ചെയ്യുവാണേ. ഹലോ കേൾക്കാം. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലോസസ് ഓഫ് പ്രീസ്ട്രസ് ആണ്. ലോസസ് ഓഫ് പ്രീസ്ട്രസ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് എപ്പോഴും തന്നെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലോസസ് ഓഫ് പ്രീസ്ട്രസ് എന്ന് പറയുന്നത്. സോ ലോസസ് ഓഫ് പ്രീസ്ട്രസ് എന്താണെന്ന് ആദ്യമേ നോക്കാം. പ്രീസ്ട്രസ് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ് വിത്ത് ടൈം. അതായത് നമ്മൾ പ്രീസ്ട്രസ് ചെയ്തേക്കുന്ന സംഭവം അങ്ങനെ തന്നെ ഒരിക്കലും നിൽക്കാറില്ല. Even during pre-stressing of tendon and transfer of pre-stress, there is a drop in pre-stress on the initially applied stress. നമ്മൾ initially apply ചെയ്ത സ്ട്രെസ് tendon pre-stress ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആ pre-stressing force transfer ചെയ്യുമ്പോഴും ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Then reduction of pre-stress is nothing but the loss in pre-stress. അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന pre-stressനെ പറയുന്നതാണ് നമ്മൾ ലോസ് ഓഫ് pre-stress എന്ന് പറയാം. Then loss of pre-stressനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഷോർട്ട് ടേം ഓർ ഇമ്മീഡിയറ്റ് ലോസസ് ഓർ ലോങ് ടേം ഓർ ടൈം ഡിപ്പെൻഡന്റ് ലോസസ്. Immediate losses occur during pre-stressing of tendon and transfer of pre-stress to the concrete member. Immediate loss പേര് പോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാവുന്ന ലോസ് ആണ്. അപ്പോൾ ആ പ്രീസ്ട്രസിങ് ടെൻഡൻസ് പ്രീസ്ട്രസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോൺക്രീറ്റ് മെമ്പറിനെ പ്രീസ്ട്രസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇമ്മീഡിയറ്റ് ലോസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോസ് ഉണ്ടാവുക. ടൈം ഡിപ്പെൻഡന്റ് ലോസ് എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദ സർവീസ് ലൈഫ് ഓഫ് ദ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിന്റെ സർവീസ് ലൈഫിൽ പയ്യെ ടൈം എടുത്ത് ഉണ്ടാവുന്നതാണ് ക്രീപ്പ് പോലെയുള്ള ലോസുകൾ വരാനാണ് ടൈം ഡിപ്പെൻഡന്റ് ലോസ് എന്ന് പറയുന്നത്. സോ പ്രീസ്ട്രസ് ലോസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇമ്മീഡിയറ്റ് ലോസസ് ആൻഡ് ഓൾസോ ടൈം ഡിപ്പെൻഡന്റ് ലോസസ്. ഇനി ഇമ്മീഡിയറ്റ് ലോസസിൽ വരുന്ന ലോസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഷോർട്ടനിങ്, ഫ്രിക്ഷൻ, ആംഗ്രേജ് സ്ലിപ്പ്. ഇത് മൂന്നെണ്ണമാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് ലോസസിൽ വരാം. ടൈം ഡിപ്പെൻഡന്റ് ലോസസിൽ വരുന്നതാണ് ക്രീപ്പ്, ഷ്രിങ്കേജ് ആൻഡ് റിലാക്സേഷൻ. സോ മൊത്തം നമുക്ക് 6 ലോസസ് ആണ് ഉള്ളത്. അത് എലാസ്റ്റിക് ഷോർട്ടനിങ്, ഫ്രിക്ഷൻ, ആംഗ്രേജ് സ്ലിപ്പ്, ക്രീപ്പ്, ഷ്രിങ്കേജ് ആൻഡ് റിലാക്സേഷൻ. സോ അതിലെ ആദ്യത്തെ മൂന്നെണ്ണം എലാസ്റ്റിക് ഷോർട്ടനിങ്ങും ഫ്രിക്ഷനും ആംഗ്രേജും എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ലോസ് ആയിരിക്കും. ടൈം ഡിപ്പെൻഡന്റ് വരുന്നതാണ് ബാക്കി മൂന്നെണ്ണം ക്രീപ്പ്, ഷ്രിങ്കേജ് ആൻഡ് റിലാക്സേഷൻ. ഇനി എല്ലാ ലോസും പ്രീ ടെൻഷനിങ് പോസ്റ്റ് ടെൻഷനിങ്ങിന് ഇല്ല. ഇപ്പൊ ഏതൊക്കെയാണ് പ്രീ ടെൻഷനിങ്ങിനുള്ളത്, ഏതൊക്കെയാണ് പോസ്റ്റ് ടെൻഷനിങ്ങിനുള്ളത് നോക്കാം. എലാസ്റ്റിക് ഷോർട്ടനിങ് എന്ന് പറയുന്നത് പ്രീ ടെൻഷനിങ്ങിന് ഉണ്ട്, പോസ്റ്റ് ടെൻഷനിങ്ങിന് ഒരു കേബിള് വലിക്കണമെങ്കിൽ ഇല്ല. അതല്ല എലാസ്റ്റിക് ഷോർട്ടനിങ് എന്നാന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലാവുക. Elastic shortening of conduit എന്ന് പറയുന്നത് if in pre-tension the conduit when pre-stress is transferred to the conduit the member shorten and the pre-stressing state also shorten in it. അതായത് നമ്മൾ പെട്ടെന്ന് എല്ലാം pre-tension മെമ്പർ എടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ ചെയ്യണേ, ആദ്യമേ മെമ്പർ ടെൻഡൻ ടൈറ്റ് ചെയ്ത് വെച്ചേക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ കോൺഡ്യൂറ്റ് കാസ്റ്റ് ചെയ്ത് പറഞ്ഞു അല്ലെ ചെയ്യുന്ന ഈ കോൺക്രീറ്റ് മെമ്പർ പെട്ടെന്ന് ഷോർട്ടൻ ചെയ്യും. ആ കോൺക്രീറ്റ് മെമ്പർ ഷോർട്ടൻ ചെയ്യുന്നതിനനുസരിച്ച് പ്രീസ്ട്രസിങ് സ്റ്റീലും പെട്ടെന്ന് ഷോർട്ടൻ ചെയ്യും. അങ്ങനെ ഷോർട്ടൻ ചെയ്യുന്നത് കൊണ്ട് അവിടെ ആ പ്രീ സ്ട്രെസ് നമ്മൾ സ്ട്രെസ് ചെയ്ത ഇനീഷ്യൽ സ്ട്രെസ്സിന് അവിടെ ഒരു ലോസ് ഉണ്ടാവും. ആ ലോസ് ആണ് എലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ പോസ്റ്റ് ടെൻഷനിങ്ങിന്റെ കേസിൽ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ എല്ലാ കേബിളും, അതായത് ഒരു 3 കേബിൾ ഉണ്ട്, ആ 3 കേബിളും ഒരുമിച്ച് ടെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഒരു എലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ് ഉണ്ടാവത്തില്ല. പക്ഷേ
ഓരോന്നായിട്ടാണ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ കേബിള് ടെൻഷൻ ചെയ്യുമ്പോൾ ഒരു ലോസ് ഉണ്ടാവില്ല. രണ്ടാമത്തെ കേബിൾ ടെൻഷൻ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് മൂലം ആദ്യത്തെ കേബിളിന് ലോസ് ഉണ്ടാവും. അതുപോലെ മൂന്നാമത്തെ കേബിൾ ടെൻഷൻ ചെയ്യുമ്പോൾ മൂന്നാമത്തെ കേബിളിന് ലോസ് ഒന്നുമില്ല, പക്ഷെ മൂന്നാമത്തെ കേബിൾ ഇങ്ങനെ ടെൻഷൻ ചെയ്യുന്നത് മൂലം അവിടെ ഉണ്ടാവുന്ന ആ ഒരു മെമ്പർ ഷോർട്ടൺ ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കുക, ആദ്യത്തെ രണ്ട് കേബിളിലും അതിന്റെ ഒരു ലോസ് ഉണ്ടാവും. സോ അപ്പൊ ലോസിന്റെ കാര്യം പറയുമ്പോൾ എലാസ്റ്റിക് ഷോർട്ടനിങ് എടുക്കുമ്പോൾ പ്രീ ടെൻഷനിങ്ങിന് എലാസ്റ്റിക് ഷോർട്ടനിങ് മൂലം ഉണ്ടാകുന്ന ലോസ് ഉണ്ടാവും. പോസ്റ്റ് ടെൻഷനിങ്ങിന്റെ കേസിൽ എല്ലാ കേബിളും സൈമുൾട്ടേനിയസ്ലി ടെൻഷൻ ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് ടെൻഷനിങ്ങിൽ എലാസ്റ്റിക് ഷോർട്ടനിങ് മൂലമുള്ള ലോസ് ഉണ്ടാകത്തില്ല. പക്ഷെ വയർസ് ആർ ടെൻഷൻ ഇൻ സ്റ്റേജസ്, ഓരോ സ്റ്റേജ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ലോസ് ഉണ്ടാവും. സ്റ്റേജ് വഴി ചെയ്യുമ്പോഴും ആദ്യത്തെ വയറ് വലിക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ വയർ ടെൻഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ലോസും ഉണ്ടാവില്ല. രണ്ടാമത്തെ വയർ ടെൻഷൻ ചെയ്യുമ്പോൾ അതുമൂലം ആദ്യത്തെ വയറിൽ ഒരു ലോസ് ഉണ്ടാവും. അതുപോലെ മൂന്നാമത്തെ വയർ, അപ്പൊ മൂന്നെണ്ണം ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വയർ ടെൻഷൻ ചെയ്യുമ്പോൾ അതുമൂലം ആദ്യത്തെ രണ്ട് വയറിനും ലോസ് ഉണ്ടാവും. അങ്ങനെയാണ് എലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാവുക. സോ അപ്പൊ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ എലാസ്റ്റിക് ഷോർട്ടനിങ് ഏതിനാണുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രീ ടെൻഷനിങ്, ക്വസ്റ്റ്യനിലെ പ്രീ ടെൻഷൻ ആണോ കിടക്കുന്നത് അതോ പോസ്റ്റ് ടെൻഷനിങ് ആണോ നോക്കുക. പ്രീ ടെൻഷനിങ് ആണെങ്കിൽ നമുക്ക് എലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാവും. പോസ്റ്റ് ടെൻഷനിങ്ങിന്റെ കേസാണ് കൊടുത്തേക്കെങ്കിൽ നമ്മൾ പിന്നെ നോക്കേണ്ട കാര്യം കേബിൾസ് സൈമുൾട്ടേനിയസ്ലി ആണോ ടെൻഷൻ ചെയ്തേക്കുന്നത് അല്ലയോ എന്നാണ് നോക്കേണ്ടത്. സൈമുൾട്ടേനിയസ്ലി ടെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എലാസ്റ്റിക് ഷോർട്ടനിങ് മൂലം ലോസേജ് ഉണ്ടാകത്തില്ല. അതല്ല സ്റ്റേജ് വഴികളാണ്, ഓരോ സ്റ്റേജസ് ആയിട്ടാണെങ്കിൽ there will be losses due to elastic shortening. Then സെക്കൻഡ് ടൈപ്പ് ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ ആംഗ്രേജ് സ്ലിപ്പ് ആണ്. ആംഗ്രേജ് സ്ലിപ്പ് എന്ന് പറയുന്നത് ആംഗ്രേജ് ചെയ്ത് വെക്കുന്നത് മൂലം ഉണ്ടാകുന്ന ലോസ് ആണ് ആംഗ്രേജ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പ്രീ ടെൻഷനിങ്ങിന് നമ്മൾ ആംഗ്രേജ് ചെയ്ത് വെക്കുന്നില്ല, പോസ്റ്റ് ടെൻഷനിങ്ങിനാണ് ആംഗ്രേജ് കൊടുക്കുന്നത് അല്ലെ. സോ ആംഗ്രേജ് ലോസ് എപ്പോഴും ഉണ്ടാവുന്ന പോസ്റ്റ് ടെൻഷനിങ്ങിനായിരിക്കും. പ്രീ ടെൻഷനിങ്ങിൽ ആംഗ്രേജ് സ്ലിപ്പ് മൂലം ഉണ്ടാകുന്ന ലോസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫ്രിക്ഷൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ അതായത് ആ കോൺക്രീറ്റ് സെറ്റ് ആയി കഴിഞ്ഞിട്ട് അവിടെ ടെൻഷൻ വലിക്കുമ്പോൾ അവിടെ ഒരു അവർ തമ്മിലുള്ള ഫ്രിക്ഷൻ ആണ് വരുന്നത് അല്ലെ. അങ്ങനെ ഒരു ലോസേജും പ്രീ ടെൻഷനിങ്ങിന് ഉണ്ടാവുന്നില്ല. നമ്മൾ എവിടെയാണ് പോസ്റ്റ് ടെൻഷനിങ്ങിനാണ് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടെൻഡൻ വലിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവുന്ന പോസ്റ്റ് ടെൻഷനിങ്ങിലായിരിക്കും, ഒരിക്കലും പ്രീ ടെൻഷനിങ്ങിന് ഉണ്ടാവത്തില്ല. ക്രീപ്പ് ആൻഡ് ശ്രിങ്കേജ് രണ്ടിലും ഉണ്ടാവും, പ്രീ ടെൻഷനിങ്ങിലും ഉണ്ട് പോസ്റ്റ് ടെൻഷനിങ്ങിലും ഉണ്ട്. അതുപോലെ തന്നെ റിലാക്സേഷൻ ഓഫ് സ്റ്റീലും പ്രീ ടെൻഷനിങ്ങിലും പോസ്റ്റ് ടെൻഷനിങ്ങിലും ഉണ്ടാവും. സോ ഇപ്പൊ പ്രീ ടെൻഷനിങ്ങിൽ ഉണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത് ആകെ 4 ലോസുകളാണ് വരിക. എലാസ്റ്റിക് ഷോർട്ടനിങ്, ക്രീപ്പ്, ശ്രിങ്കേജ് ആൻഡ് റിലാക്സേഷൻ. പോസ്റ്റ് ടെൻഷനിങ്ങിൽ എല്ലാ ലോസസും ഉണ്ടാവും. എലാസ്റ്റിക് ഷോർട്ടനിങ്ങിന് മാത്രമാണ് ഒരു കണ്ടീഷൻ ഉള്ളത്. സൈമുൾട്ടേനിയസ്ലി ടെൻഷൻ ചെയ്ത എലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാവില്ല. അതല്ല എന്താ പറയാ സ്റ്റേജ് വഴിയാണ്, ഓരോ സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എലാസ്റ്റിക് ഷോർട്ടനിങ്ങിന് മൂലം ഉണ്ടാവുന്ന ലോസ് ഉണ്ടാവും. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ലോസും ആ ലോസ് കാണാനുള്ള ഫോർമുലാസുമാണ് പഠിക്കാനുള്ളത്. എലാസ്റ്റിക് ഷോർട്ടനിങ് ഞാൻ ഇപ്പോൾ പറഞ്ഞായിരുന്നു. പ്രീ ടെൻഷന്റെ കോൺക്രീറ്റ് എടുക്കുമ്പോൾ അവിടെ പ്രീ സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ കോൺക്രീറ്റ് മെമ്പർ പെട്ടെന്ന് ഷോർട്ടൺ ആവും. ആ കോൺക്രീറ്റ് മെമ്പർ ഷോർട്ടൺ ചെയ്യുന്നത് മൂലം പ്രീ സ്ട്രെസിങ് സ്റ്റീലും ഷോർട്ടൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് there will be a loss of free stress. ആ ഇനീഷ്യൽ സ്ട്രെസ്സിന് അവിടെ ഒരു ലോസ് ഉണ്ടാവുന്നുണ്ട്. In the case of post tensioning, if all the cables are tensioned simultaneously, there is no loss since the applied stress is recorded after elastic shortening has completely occurred. പക്ഷേ സീക്വൻഷ്യലി ആണ് നമ്മൾ കേബിൾസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ there is a loss in tendon during subsequent stretching of other tendons. മറ്റൊരു ടെൻഡൻ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് അവിടെ ആദ്യത്തെ ടെൻഡന്റെ ലോസ് ഉണ്ടാവുക. ഇനി എങ്ങനെ എലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്, നമുക്ക് സ്ട്രെസ് ഇൻ സ്റ്റീൽ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നതാണ് FC/EC എന്ന് പറയുക. FC എന്ന് പറയുന്നത് പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ. EC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. അപ്പൊ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സോ ഇപ്പൊ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ് അല്ലെ. അപ്പൊ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് പ്രീ സ്ട്രെസ് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ലോസ് ആണ് അല്ലെ. അപ്പൊ ലോസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ കറസ്പോണ്ടിങ് ടു ദി സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ഇതാണ് സ്ട്രെയിന്റെ വാല്യൂ അല്ലെ. സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? EC എന്ന് പറയുന്നത് അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്
സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലെ. സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെസ്, യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ ആണല്ലോ. സോ സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ES എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഇൻറ്റു സ്ട്രെയിൻ ഓഫ് സ്റ്റീൽ ആണ്. അപ്പൊ സ്ട്രെയിൻ നോക്കി FC ബൈ EC ആ വാല്യൂ എടുത്ത് ഇവിടെ കൊടുത്തേക്കാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് വരിക. ഇനി അതിൻ്റെ ഒരു കണ്ടീഷൻ പറയുന്നത് ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ് മേ റേഞ്ച് ഫ്രം 3% to 6% in pre-tension the member and 4% in post-tension the member. So elastic shortening equation എന്ന് പറയുന്നത് FC by EC into ES ആണ്. ഈ അതിന്റെ റേഞ്ച് അല്ലെങ്കിൽ ആ റേഞ്ച് എന്ന് പറയുന്നത് പ്രീ ടെൻഷനിങ് ആണെങ്കിൽ 3% to 6% ആയിരിക്കും, പോസ്റ്റ് ടെൻഷനിങ് ആണെങ്കിൽ 4% ആയിരിക്കും. ദെൻ അടുത്ത ഷോർട്ടേജ് എന്ന് പറയുന്നത് ആംഗ്രേജ് സ്ലിപ്പ് ആയിരിക്കും. ആംഗ്രേജ് സ്ലിപ്പ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പോസ്റ്റ് ടെൻഷനിങ് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. In most post tensioning system, when the tendon force is transferred from the jack to anchoring end, നമ്മൾ tendon force transfer ചെയ്യുമ്പോൾ friction wedges slip over a small distance. അവിടെ ആ ആംഗ്രേജിലേക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സ്ലിപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഫ്രിക്ഷൻ വെഡ്ജ് സ്ലിപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആംഗ്രേജ് ബ്ലോക്ക് ഓൾസോ മൂവ് ബിഫോർ ഇറ്റ് സെറ്റിൽസ് ഓൺ ദ കോൺക്രീറ്റ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവണം? ഒരു പ്രീ സ്ട്രെസ്സില് ആ റിഡക്ഷൻ, ആ ലെങ്ത്തിന്റെ റിഡക്ഷൻ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് പ്രീ സ്ട്രെസ്, ആ ഇനീഷ്യൽ സ്ട്രെസ്സിൽ ചെറിയൊരു ലോസ് ഉണ്ടാവും. Then certain quantity of free stress is released due to the slip of wire through anchorages. അതായത് അവിടെ ഇങ്ങോട്ട് ആ certain quantity of free stress is released due to the slip. ഈ വയർ സ്ലിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇനീഷ്യൽ സ്ട്രെസ്സിന് കുറച്ച് സ്ട്രെസ് അതിനെ റിലീസ് ചെയ്ത് പോകും. The amount of slip depends upon the type of wedge and stress in the wire. And equation ഉണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് P/A into ES എന്ന് പറഞ്ഞ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ into slip divided by L. കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നതാണ് ഇത്. സ്ലിപ്പ് അറ്റ് ആംഗ്രേജസ് ആണ് നമ്മുടെ സ്ലിപ്പ്. ഈ ഡെൽറ്റ എന്ന് പറയുന്നതാണ് സ്ലിപ്പ് കാണാനുള്ള, അല്ലെങ്കിൽ ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ആംഗ്രേജ് സ്ലിപ്പ് കാണാനുള്ള ഇക്വേഷൻ ആണ് P/A = എപ്സിലോൺ S into ഡെൽറ്റ ബൈ L. ES എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ന്യൂട്ടൺ പെർ mm². ഡെൽറ്റ എന്ന് പറഞ്ഞ സ്ലിപ്പ് ഓഫ് ആംഗ്രേജ് ഇൻ mm. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കേബിൾ, ഫോഴ്സ് ഇൻ കേബിൾ, ആൻഡ് A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കേബിൾ. ദെൻ ഫ്രിക്ഷൻ മൂലം ഉണ്ടാവുന്ന ലോസ് എവിടെയാണുള്ളത്? പോസ്റ്റ് ടെൻഷനിങ് മെമ്പറിലാണ് ഫ്രിക്ഷൻ മൂലം ഉണ്ടാവുന്ന ലോസ് ഉള്ളത്. This type of loss occur only in post tension members. The major loss due to friction occur between tendon and its surrounding material. എപ്പോഴും ആ ടെൻഡനും മെറ്റീരിയലും തമ്മിലാണ് ഫ്രിക്ഷൻ ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ ഡക്റ്റിൽ അവിടെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാവുക. ദിസ് ലോസ് ആർ ഡ്യൂ ടു ലെങ്ത് ആൻഡ് കർവേച്ചർ എഫക്ട്. അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ലോസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആൻഡ് കർവേച്ചർ എഫക്ട് മൂലമാണ് ഉണ്ടാവുക. And to reduce the loss due to friction, cable can be lubricated. നമുക്ക് ആ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കേബിളിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് Px is equal to P0 into E raised to mu alpha plus Kx. And ഇത് നോക്കാം, ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടെൻഡൻ ഡക്ട് ആൻഡ് വൂബിൾ എഫക്റ്റ് അതും കൂടെ നോക്കാം. ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് Px is equal to P0 into E raised to mu നെഗറ്റീവ് മൈനസ് മ്യൂ ആൽഫ പ്ലസ് KX. അതിൽ P0 എന്ന് പറയുന്നത് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അറ്റ് ജാക്കിംഗ് എൻഡ് ആണ്. M അല്ലാട്ടോ മ്യൂ ആണ്, മാറിപ്പോയതാണ്. മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ കേബിൾ ആൻഡ് ഡക്ട്. മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ കേബിൾ ആൻഡ് ഡക്ട്. A അല്ല ആൽഫ ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു ക്യുമുലേറ്റീവ് ആംഗിൾ ഇൻ റേഡിയൻസ് ടു ദ ടാൻജന്റ് ടു ദ കേബിൾ പ്രൊഫൈൽ ബിറ്റ്വീൻ 2 points അണ്ടർ കൺസിഡറേഷൻ. അതായത് ആംഗിൾ ഇൻ ഫിഗർ വന്നില്ല, ഞാൻ കാണിച്ചു തരാം. അതായത് ക്യുമുലേറ്റീവ് ആംഗിൾ ഇൻ റേഡിയസ് ത്രൂ ദ ടാൻജന്റ് ടു ദ കേബിൾ പ്രൊഫൈൽ. ആ കേബിൾ പ്രൊഫൈലിൽ ഉണ്ടാവുന്ന ടാൻജന്റിന്റെ ഇടയിലുള്ള ആംഗിളിനാണ് നമ്മൾ ആൽഫ എന്ന് പറയുക. ദെൻ K എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഫോർ വേവ് എഫക്റ്റ് ആണ്. Kക്ക് വാല്യൂ പറഞ്ഞിട്ടുണ്ട്. IS കോഡ് റെക്കമെൻഡ് ദ ഫോളോയിങ് വാല്യൂസ് ഫോർ K. K is equal to 0.15 per 100 meter for normal condition and 1.5 per 100 meter for thin-walled ducts where heavy vibration are encountered and in other adverse conditions. ഇപ്പൊ നോർമൽ കണ്ടീഷൻ വരുവാണെങ്കിൽ Kയുടെ വാല്യൂ 0.15 per 100 meter കൊടുക്കുക.
ഹെവി വൈബ്രേഷൻ അല്ലെങ്കിൽ അഡ്വേഴ്സ് കണ്ടീഷൻ വരുവാണെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.5/100 മീറ്റർ ആയിരിക്കും. ഫ്രിക്ഷൻ മൂലമൊക്കെ ഇക്വേഷൻ മാത്രമായിരിക്കും വരുള്ളൂ, കാരണം കാൽക്കുലേറ്റർ ഇല്ലാതെ കാൽക്കുലേഷൻ ചെയ്യാൻ പാടായതുകൊണ്ട് ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ മാത്രമായിരിക്കും കണ്ടീഷൻ വരിക. എന്നാലും നോക്കി വെച്ചേക്കാം ഇക്വേഷൻ. അപ്പൊ ഇത്രയാണ് ഇമ്മീഡിയറ്റ് ലോസസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോസസ് എന്ന് പറഞ്ഞത്. ഇനി വരാൻ പോകുന്നത് ടൈം ഡിപ്പെൻഡന്റ് ലോസ് ആണ്. ടൈം ഡിപ്പെൻഡന്റ് ലോസിൽ വരുന്നതാണ് ക്രീപ്പ്, ശ്രിങ്കേജ്, അതുപോലെ റിലാക്സേഷൻ. അപ്പൊ ഫസ്റ്റ് വൺ ക്രീപ്പ് ആണ്. അപ്പൊ ലോസ് ഡ്യൂ ടു ക്രീപ്പ് കാണാൻ വേണ്ടി ക്രീപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ക്രീപ്പ് അറിയാതെ ലോഡ് വരുന്നത് മൂലം ഉണ്ടാവുന്ന ലോസ് ആണ് ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ക്രീപ്പ് കാണാൻ ലോസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ CC, അതായത് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഓഫ് സസ്റ്റെയിൻഡ് യൂണിറ്റ് സ്ട്രെസ് ആണ് എപ്സിലോൺ CC എന്ന് പറയുന്നത്. എപ്സിലോൺ CC ഇൻറ്റു FC എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ ആണ്. ആൻഡ് ES എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ആണ്. ഇത് ക്രീപ്പ് സ്ട്രെയിൻ മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രീപ്പ് സ്ട്രെയിൻ വഴി കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. നമുക്ക് ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതനുസരിച്ച് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയേണ്ട ഇക്വേഷൻ, ഈ ഇക്വേഷൻ ആണ് നോട്ട് ചെയ്ത് വെക്കുക. പൈ ഇൻറ്റു FC ഇൻറ്റു ആൽഫ ഇ, അതാണ് ചോദിച്ചു കണ്ടേക്കുന്നത്. അത് വന്ന മെത്തേഡാണ് തന്നേക്കുന്നത്. ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ക്രീപ്പ് സ്ട്രെയിൻ ബൈ എലാസ്റ്റിക് സ്ട്രെയിൻ ആണ്. അതിനനുസരിച്ചാണ് നമുക്ക് ആ ഇക്വേഷൻ വന്നേക്കുന്ന ഡെറിവേഷൻ ആണിത്. ലാസ്റ്റ് ഫോർമുല നോക്കി വെക്കുക, പൈ ഇൻറ്റു FC ഇൻറ്റു ആൽഫ ഇ, വേർ പൈ എന്ന് പറയുന്നത് ക്രീപ്പ് കോഎഫിഷ്യന്റ്, എപ്സിലോൺ C എന്ന് പറയുന്നത് ക്രീപ്പ് സ്ട്രെയിൻ, എപ്സിലോൺ E എന്ന് പറയുന്നത് എലാസ്റ്റിക് സ്ട്രെയിൻ, ആൽഫ ഇ എന്ന് പറഞ്ഞാൽ മോഡുലാർ റേഷ്യോ. മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ES ഫോർമുല വരുമ്പോൾ ES ബൈ EC, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ബൈ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മോഡുലാർ റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ FC സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്, then EC and ES എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ modulus of elasticity of concrete, modulus of elasticity of steel. Then pre-tension member experience more loss of pre-stress due to creep concrete than post-tension member and amount to 5% to 10%. ഒന്ന് നോക്കി വെച്ചേക്കുക. പ്രീ-ടെൻഷന്റെ മെമ്പറിലായിരിക്കും ലോസ് ഡ്യൂ ടു ക്രീപ്പ് കൂടുതൽ, പോസ്റ്റ് ടെൻഷനേക്കാളും കൂടുതൽ വരുന്നത് പ്രീ ടെൻഷന്റെ മെമ്പറിലായിരിക്കും. അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 5% to 10% ആയിരിക്കും. ദെൻ അടുത്തത് റിലാക്സേഷൻ, ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് പ്രീ സ്ട്രെസ്സിംഗ് സ്റ്റീൽ. അണ്ടർ കോൺസ്റ്റന്റ് സ്ട്രെയിൻ ദർ ഇസ് എ ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ വിച്ച് ഇസ് കോൾഡ് റിലാക്സേഷൻ. കുറെ നേരം ഒരു കോൺസ്റ്റന്റ് സ്ട്രെയിൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ സ്റ്റീലിന് ഒരു ലോസ് ഓഫ് സ്ട്രെസ് ഉണ്ടാവും. അതിനാണ് റിലാക്സേഷൻ എന്ന് പറയുക. Then loss of pre-stress due to relaxation of steel amounted to 2% to 8% of initial stress. അതിന് പ്രത്യേകിച്ച് ഇക്വേഷൻ ഡയറക്റ്റ് ഒരു പെർസെന്റേജ് പറഞ്ഞേക്കാണ്. ഏകദേശം 2% to 8% of initial stress. Then shrinkage വരുമ്പോൾ, shrinkage in concrete is its contraction due to drying and chemical action. നമ്മൾ കോൺക്രീറ്റ് ഡ്രൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചസ് വരുമ്പോൾ ഉണ്ടാവുന്നതാണ് shrinkage ഉണ്ടാവുക. ഈ ലോസ് എന്ന് പറയുന്നത്, ലോസ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആൻഡ് shrinkage of concrete. So loss of pre-stress എന്ന് പറയുന്നത് it is a product of modulus of elasticity and shrinkage of concrete. ഇനി shrinkage of concrete ഒറ്റയടിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ലോസ് ഓഫ് പറയാൻ വേണ്ടി 4% to 6% എന്ന് പറയും പോസ്റ്റ് ടെൻഷന്റെ മെമ്പറിൽ, 3% to 4% ഫോർ പ്രീ ടെൻഷന്റെ മെമ്പർ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രീ ടെൻഷനിങ്ങിന് നമ്മൾ shrinkage സ്ട്രെയിന്റെ വാല്യൂ 0.0003 IS 1383 പറയുന്നുണ്ട്, 0003 എന്നും പറയും. പോസ്റ്റ് ടെൻഷനിങ്ങിൽ ഈ ഇക്വേഷനും ഏകദേശം കിട്ടാൻ വേണ്ടി ആണ് 0.002 by log 10 plus T plus 2, where T എന്ന് പറഞ്ഞ ഏജ് ഓഫ് കോൺക്രീറ്റ് ഇൻ ഡേയ്സ് ആണ്. അപ്പൊ ഇതും നോട്ട് ചെയ്ത് വെക്കുക, ഇതും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൈം ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു shrinkage ഓഫ് കോൺക്രീറ്റ് മേ റേഞ്ച് ഫ്രം പോസ്റ്റ് ടെൻഷന് 4% to 6% ആണ്, പ്രീ ടെൻഷന് 3% to 4% ആണ്. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് തന്നേക്കുന്ന shrinkage സ്ട്രെയിന്റെ വാല്യൂ ആണ്. shrinkage സ്ട്രെയിന്റെ വാല്യൂ ഏകദേശം പ്രീ ടെൻഷനിങ്ങിൽ 0.003യും പോസ്റ്റ് ടെൻഷനിങ്ങിൽ 0.002 by log 10 T plus 2. ഇക്വേഷനും നോട്ട് ചെയ്ത് വെക്കുക. സോ ഇത്രയുമാണ് മെയിൻ ലോസസ് ഓഫ് പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ളത്
തിയറിയിൽ വരുമ്പോൾ പ്രീസ്ട്രെസ് തിയറിയിൽ വരുമ്പോൾ നമുക്ക് കോൺസെപ്റ്റ് ഓഫ് പ്രീസ്ട്രെസിങ് ഉണ്ട്, ലോഡ് ബാലൻസിങ് കോൺസെപ്റ്റ്, ഫോഴ്സ് കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ പ്രോബ്ലംസ് ലെവലിലാണ് ചോദിച്ചിരിക്കുന്നത്. PSC ലെവലിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. സ്ട്രെസ് കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയുള്ള ഓരോ അല്ലെങ്കിൽ അനാലിസിനുള്ള കോൺസെപ്റ്റുകളാണ്. അതിന്റെ നോട്ട് ഞാൻ തിയറി ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഇനി കുറച്ച് PSC ലെവലിൽ കുറച്ച് ചോദിച്ചേക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, according to IS code, the total Indian standard total amount of shrinkage for a pretensioned beam is taken as 3 into 10 raised to minus 4 ആണ് shrinkage വാല്യൂ. പ്രീടെൻഷന്റെ കേസിൽ ഓപ്ഷന് 3 into 10 raised to minus 4 എന്നായിരുന്നു കിടക്കുന്നത്. അപ്പൊ നമ്മൾ വാല്യൂ 3 into 10 raised to 3 to 4 എന്നല്ലേ നമ്മൾ പറഞ്ഞത്. 3 into 10 raised to minus 4 ആണ് വാല്യൂ സ്റ്റാൻഡേർഡ് പ്രകാരം. Then cube strength of concrete used for pre-stress member should not be less than. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 35, 20 പിന്നെ ഒരു 16 അങ്ങനെ എന്തോ ആയിരുന്നു കിടക്കുന്നത്. അതിൽ നമ്മുടെ 40 എന്നുള്ള വാല്യൂ ഉണ്ടായിരുന്നില്ല, 35 എന്നുള്ള വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി എഴുതാണ്. സോ അങ്ങനെ വരുവാണെങ്കിൽ ആൻസർ അവിടെ 35 എന്നായിരുന്നു PSCയുടെ ആൻസർ കീയിൽ കൊടുത്തിരുന്നത്. അപ്പൊ അടുത്ത് കിടക്കുന്ന വാല്യൂ ആയതുകൊണ്ടായിരിക്കും 35 എടുത്തത്. അപ്പൊ ഇനിയും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അത് 35 എന്ന് കൊടുക്കുക. പ്രീസ്ട്രെസ്ഡ് മെമ്പറിന് പ്രീടെൻഷന്റെ ആണ് മെമ്പർ ആണ്, പ്രീ ടെൻഷനിങ്ങിനാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ 40 കൊടുക്കുക. പോസ്റ്റ് ടെൻഷനിങ് ആണ് കൊടുക്കണമെങ്കിൽ അത് 30 കൊടുക്കുക. ഇത് പ്രീസ്ട്രെസ്ഡ് മെമ്പറിന് ഒരു 35 എന്നായിരുന്നു കൊടുത്തേക്കുന്നത്. Then limit state of serviceability of pre-stressed concrete section should satisfy cracking and deflection. Then concordant profile represent a certain set of external load to some scale of bending moment diagram. ശരിക്കും concordant cable profile ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. concordant cable profile എന്തിനാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ഓപ്ഷൻ. ശരിക്കും concordant cable profile ശരിക്കും നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ എക്സാക്ട് ഏകദേശം സെയിം തന്നെയായിരുന്നു. Then generally for tendon, high tensile steel reinforcement is used for diameter 5 mm to 8 mm. Tendons ആണ് യൂസ് ചെയ്യണമെങ്കിൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 5 mm to 8 mm ആയിരിക്കും. ഇനി ജനറലി വയേഴ്സ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 to 3 mm ആയിരിക്കും. Tendonsന് high tensile steel reinforcement used are of diameter 5 mm to 8 mm. When concrete is pre-stressed by pre-tensioning system, then generally the wires are of 2 to 3 mm. Then the partially pre-stressed member is one in which tensile stresses and cracking are permitted under service code. Partially pre-stressed member എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. നോക്കാം. Then ഡെക്സ്പാൻ റേഞ്ചസുകളാണ്. നമുക്ക് പ്രീസ്ട്രെസ്ഡ് മെമ്പർ വെച്ച് ഡെക്സ്പാൻ കൊടുക്കാറുണ്ട്. അപ്പം അതിന്റെ കുറച്ച് റേഞ്ചസ് പറഞ്ഞിട്ടുണ്ട്. സോളിഡ് സ്ലാബ് ഡെക്കാണ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ 10 to 20 മീറ്റർ വരെ അതിന്റെ സ്പാൻ റേഞ്ച് ചെയ്യാം. ടി ബീം സ്ലാബ് ആണ് കൊടുക്കണമെങ്കിൽ 20 to 40 വരെ കൊടുക്കാം. സിംഗിൾ അല്ലെങ്കിൽ മൾട്ടി സെൽ ബോക്സ് ഗർഡർ ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ അതിന്റെ സ്പാൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ 30 to 70 മീറ്റർ വരെ ഉണ്ടാവും. പ്രീകാസ്റ്റ് ബോക്സ് ഗർഡേഴ്സ് ആണ് കൊടുക്കണമെങ്കിൽ അത് മോർ ദാൻ 50 മീറ്റർ വരെ നമുക്ക് കൊടുക്കാം. Simply supported continuous beams ആണെങ്കിൽ 20 to 500 meter. Composite bridge deck ആണെങ്കിൽ 20 to 30 meter. Precast pre-stressed I or T beam ആണെങ്കിൽ 7 to 36 meter. White beams ആണ് 15 to 30 meter. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ആ സോളിഡ് സ്ലാബിന്റെ വാല്യൂസ് നോക്കിയേക്കാം, അതുപോലെ ബോക്സ് ഗർഡറിന്റെ വാല്യൂസ് ഒന്ന് നോക്കിയേക്കാം കേട്ടോ. ഇനി കേൺ എന്ന് പറഞ്ഞ ടേം എന്താണ്? കേൺ എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ കോർ ഏരിയ ഓഫ് ദ സെക്ഷൻ ഇൻ വിച്ച് ഇഫ് ദ ലോഡ് അപ്ലൈഡ് ടെൻഷൻ വിൽ നോട്ട് ഇൻഡ്യൂസ് ഇൻ ദ സെക്ഷൻ. അതായത് കേൺ ഈസ് ദ കോർ ഏരിയ ഓഫ് ദ സെക്ഷൻ. ആ സെക്ഷനിൽ ടെൻഷൻ ആ സെക്ഷനിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതാണ് ആ ഏരിയക്കാണ് നമ്മള് കേൺ എന്ന് പറയാം. Kern is the core area of the section in which if the load applied tension will not be induced in that section. അങ്ങനെയുള്ള ഏരിയക്ക് നമ്മൾ പറയുന്ന പേരാണ് കേൺ എന്ന് പറയാം. Then the zone between the end of the beam and the section where only longitudinal stress exists is generally referred to as anchorage zone or end block. അപ്പൊ anchorage zone or end block എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. Zone between the end of the beam തൊട്ട് section where only longitudinal stress exists is generally referred to as anchorage zone or end block. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നില്ല പാർഷ്യൽ പ്രീസ്ട്രെസിങ്. പാർഷ്യൽ പ്രീസ്ട്രെസിങ് എന്ന് പറഞ്ഞ ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡിഗ്രി ഓഫ് പ്രീസ്ട്രെസ് അപ്ലൈ ടു ദ കോൺക്രീറ്റ് ഇൻ വിച്ച് ടെൻസൈൽ സ്ട്രെസ്സസ് ടു എ ലിമിറ്റഡ് ഡിഗ്രി ആർ പെർമിറ്റഡ് ഇൻ കോൺക്രീറ്റ് അണ്ടർ വർക്കിംഗ് ലോഡ്. വർക്കിംഗ് ലോഡിൽ നമ്മൾ
ഫുൾ ടെൻസൈൽ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യില്ല, അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. അതിനായിരിക്കും നമ്മൾ പാർഷ്യൽ പ്രീ സ്ട്രെസ് എന്ന് പറയാം. ദ ഡിഗ്രി ഓഫ് പ്രീ സ്ട്രെസ് അപ്ലൈ ടു ദ കോൺക്രീറ്റ് ഇൻ വിച്ച് ടെൻസൈൽ സ്ട്രെസസ് ടു എ ലിമിറ്റഡ് ഡിഗ്രി ആർ പെർമിറ്റഡ്. ഒരു ലിമിറ്റഡ് ഡിഗ്രി വരെ നമ്മൾ അവിടെ ചെയ്യുന്നുള്ളൂ. അതിനാണ് നമ്മൾ പാർഷ്യൽ പ്രീ സ്ട്രെസ് എന്ന് പറയാം. ഇനി അത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള കേസിൽ ഈ ടെൻഷൻ സ്റ്റീലിന്റെ അഡീഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം? കൺസിഡറബിൾ പ്രൊപ്പോർഷൻ ഓഫ് അൺടെൻഷൻ റീഎൻഫോഴ്സ്മെന്റ് ഇസ് ജനറലി യൂസ് ടു ലിമിറ്റ് ദ ക്രാക്ക് ബിഡ് ഡെവലപ്പ് അണ്ടർ സർവീസ് ലോഡ്. ഈ സർവീസ് ലോഡിന്റെ സമയത്ത് ഉണ്ടാവുന്ന ക്രാക്ക് ബിഡ്സിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഈ അൺടെൻഷൻ റീഎൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ പ്രീ സ്ട്രെസിങ് ചെയ്യുക. ഇനി പാർഷ്യൽ പ്രീ സ്ട്രെസിങ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാർജ് ഡയമീറ്റർ കോൺക്രീറ്റ് പൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ റെയിൽവേ സ്ലീപ്പേഴ്സിൽ യൂസ് ചെയ്യും. വാട്ടർ ടാങ്കിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പൈൽസിൽ യൂസ് ചെയ്യും. ഇത്രയും സ്ഥലത്താണ് മെയിൻ ആയിട്ട് പാർഷ്യൽ പ്രീ സ്ട്രെസിങ് യൂസ് ചെയ്യുക. ഇനി IS കോഡിൽ പറഞ്ഞേക്കുന്ന കുറച്ച് പ്രൊവിഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, M30 and M40 are the minimum grade of concrete for post tensioning and pre tensioning members. ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 0.7 റൂട്ട് FCK ആണ്. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് 5000 റൂട്ട് FCK. ഇത് നമ്മുടെ മറ്റു കോഡിൽ പറഞ്ഞേക്കണ പോലെ തന്നെ. ഇനി മിനിമം ക്ലിയർ കവർ ഈസ് 20 mm ആൻഡ് ഇസ് ഇൻക്രീസ്ഡ് കറസ്പോണ്ടിങ് ടു എക്സ്പോഷർ കണ്ടീഷൻ. പറഞ്ഞായിരുന്നു മിനിമം ക്ലിയർ കവർ 20 mm ആയിരിക്കണം. അതുപോലെ പോസ്റ്റ് ടെൻഷനിങ് ആണെങ്കിൽ 30 mm ആയിരിക്കണം. എക്സ്പോഷർ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ കൊടുക്കാം. ഇനി diameter of the duct is 2.5 to 3 times that of diameter of cable. കേബിളിനേക്കാളും 2.5 to 3 times കൂടുതൽ കൊടുക്കണം in the diameter of duct. Longitudinal reinforcement പ്രൊവൈഡ് ചെയ്യേണ്ടത് മിനിമം 0.2% and 0.15% of gross area for mild steel and HYSD bar respectively. നേരത്തെ നമ്മുടെ സ്ലാബിന് പറഞ്ഞ അതേ വാല്യൂ തന്നെ, 0.12% for mild steel and 0.15% for HYSD bar. ഇനി if D is greater than 500 mm, ഡെപ്ത് 500 mm കൂടുതലാണെങ്കിൽ സൈഡ് ഫേസ് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കണം. സൈഡ് ഫേസ് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ട വാല്യൂ സെയിം തന്നെയാണ്. 0.1% ഓഫ് ഗ്രോസ് വെബ് ഏരിയ ഇസ് പ്രൊവൈഡഡ്. മറ്റേ സിംപ്ലി നമ്മുടെ RCC ആയിരുന്നെങ്കിൽ 750 mm മേലെയാണ് D എങ്കിലാണ് നമ്മൾ സൈഡ് ഫേസ് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കണേ. പീസ് മീമില് D greater than 500 mm ആണെങ്കിൽ നമ്മൾ സൈഡ് ഫേസ് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കണം. എത്രയാണ് വാല്യൂ കൊടുക്കേണ്ടത്? 0.1% ഓഫ് ഗ്രോസ് വെബ് ഏരിയ is provided as side face reinforcement and should be equally distributed on both faces and spacing should not be more than 200 mm. ഇവിടെ സൈഡ് ഫേസ് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ ഡെപ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 500 mm, 0.15% ഓഫ് ഗ്രോസ് വെബ് ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആൻഡ് സ്പേസിംഗ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 200 mm. ആൻഡ് സ്പേസിംഗ്, ടോട്ടൽ സ്പേസിംഗ് എടുക്കുകയാണെങ്കിൽ പ്രീ ടെൻഷന്റെ കേസിലാണെങ്കിൽ സ്പേസിംഗ് should be greater than or equal to maximum of 3 times diameter of the bar or nominal size of course aggregate plus 5 mm. Pre-tension case spacing should be greater than maximum of 3 times diameter of bar or nominal size of course aggregate plus 5 mm എടുക്കുക. അതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അതായിരിക്കണം സ്പേസിംഗിന് കൊടുക്കുക. പോസ്റ്റ് ടെൻഷനിങ്ങിന്റെ കേസിലാണെങ്കിൽ it should be greater than or equal to maximum of 40 mm or nominal size of course aggregate plus 5 mm. ഇതിൽ ഏതാണോ വലിയ വാല്യൂ അതാണ് നമ്മൾ സ്പേസിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. Then maximum tensile stress of wire just behind anchorage should not be more than 0.76 ultimate stress. Maximum tensile stress of wire എന്ന് പറയുന്നത് ബിഹൈൻഡ് ആങ്കറേജ് എന്ന് പറയുന്നത് 0.76 times ultimate stress ആയിരിക്കണം. അപ്പൊ ഇത് ഓഫ് FU അതായത് 0.7576 FU. അപ്പൊ പ്രീവിയസ് കോഡില് ഇറ്റ് വാസ് 0.8 FU. അപ്പൊ 0.8 FU 0.76 FU ഒരുമിച്ചുണ്ടാവില്ല. അപ്പൊ ഏതാണോ തന്നേക്കുന്നത് അനുസരിച്ച് കൊടുക്കുക. നമ്മളിപ്പോ പറഞ്ഞേക്കുന്നത് 2012 IS കോഡ് പ്രൊവിഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. നേരത്തെ IS കോഡ് പ്രൊവിഷൻ പ്രകാരം 0.8 FU ആയിരുന്നു മാക്സിമം ടെൻസൈൽ സ്ട്രെസ്, വയറിന് മാക്സിമം ടെൻസൈൽ സ്ട്രെസ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴത്തേത് പ്രകാരം ഇത് 0.76 ടൈം അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. Then maximum bearing stress of concrete is equal to 0.8 FCK in root of A2 by A1 and subjected to a maximum of 0.8 FCK. So bearing stress of concrete ന്റെ വാല്യൂ ഒക്കെ പഴയ പോലെ തന്നെ സ്ട്രെസ് ഓഫ് കോൺക്രീറ്റ് തന്നിട്ടുണ്ട്. മാക്സിമം വാല്യൂ 0.8 FCK ആണ്. അപ്പൊ ഇത്രയാണ് മെയിൻ കാര്യങ്ങൾ ഓഫ് അബൌട്ട് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഇനി നമുക്കുള്ളത് റീറ്റെയിനിങ് വോൾ ആണ്. അതോടുകൂടി നമ്മുടെ RCC ഏതാണ്ട് തീരുവാണ്. ഇനി നമുക്ക് സ്റ്റീലിന്റെ കാര്യങ്ങളുള്ളൂ. സ്റ്റീൽ നമുക്ക് മൺഡേ എടുക്കാം. RCC റീറ്റെയിനിങ് വാളോടുകൂടി തീരുകയാണ് കേട്ടോ.
So retaining wall എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. Retaining walls are those structures which are constructed to retain soil or any such material which are unable to stand vertically by themselves. സോയിലിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന wall ആണ് retaining walls എന്ന് പറയാം. Vertical അല്ലെങ്കിൽ near vertical structures ആയിരിക്കും designed to retain material on one side, preventing it from collapsing or slipping or preventing erosion. ഇനി the principal characteristics of a retaining wall is being able to withstand the pressure exerted by the retaining material. പുറകിൽ നിന്ന് വരുന്ന സാധാരണ സോയിലായിരിക്കും അല്ലെ. പുറകിൽ നിന്ന് വരുന്ന പ്രഷർ എക്സേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വിസ്റ്റാൻഡ് ചെയ്യണം. അതാണ് മെയിൻ പ്രിൻസിപ്പൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. The most important consideration in proper design and installation of retaining wall is to recognize and counteract the tendency of retained material to move downslope due to gravity. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് കേട്ടോ, ഒരു പുറത്തോട്ട് വരാൻ ഇരുന്നൂറ്. Hello. The most important consideration in നമ്മുടെ മെയിൻ ഡിസൈനിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് to recognize and counteract the tendency of retained material to move downstream due to gravity. അതായത് നമ്മളിപ്പോ സോയിലിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് വെക്കുന്നതെങ്കിൽ ആ സോയിൽ താഴത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ആ സ്ലിപ്പ് ആവാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കലാണ് മെയിൻ എന്താ പറയാ റീറ്റെയിനിങ് വാളിന്റെ കൺസിഡറേഷൻ എന്ന് പറയാം. മെയിൻ ആയിട്ട് നമുക്ക് അവിടെ ഒരു ലാറ്ററൽ എർത്ത് പ്രഷർ ആയിരിക്കും വാളിന്റെ പുറകിൽ ഉണ്ടാവുക. ആ ലാറ്ററൽ എർത്ത് പ്രഷർ ഡിപ്പെൻഡ്സ് അപ്പോൺ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ, കോസീവ് സ്ട്രെങ്ത് ഓഫ് ദ റീറ്റെയിൻഡ് മെറ്റീരിയൽ, സോയിലാണെങ്കിൽ സോയിലിന്റെ കോസീവ് സ്ട്രെങ്ത്, ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് ദ റീറ്റെയിനിങ് സ്ട്രക്ചർ അണ്ടർഗോസ്. ഇത്രയാണ് ഇത്രയാണ് മെയിൻ ആയിട്ട് എർത്ത് പ്രഷർ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വാല്യൂസ് എന്ന് പറയുന്നത്. The lateral earth pressure are zero at the top of the wall and in homogeneous ground and increase proportionally to the maximum value at the lowest depth. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചാലും അറിയാം റീറ്റെയിനിങ് വാൾ എങ്ങനെയായിരിക്കും, മേളില് ചെറിയ വിട്ടും താഴത്തേക്ക് വരുമ്പോൾ ഡെപ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ lateral earth pressures are zero at the top of the wall and in it increases proportionally to a maximum value at the lowest depth. Air pressure will push the wall forward and overturn if it not properly addressed. അവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഓവർടേണിംഗ് ആൻഡ് സ്ലൈഡിംഗ് ആണ് റീറ്റെയിനിങ് വാളിന്റെ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ any groundwater behind the wall that is not dissipated by a drainage system causes hydrostatic pressure on the wall. ഈ പറഞ്ഞ എർത്ത് പ്രഷർ അല്ലെങ്കിൽ അതുപോലെ തന്നെ പുഷ് അല്ലാതെ എക്സ്ട്രാ വരുന്നതാണ് ഒരു ഗ്രൗണ്ട് വാട്ടർ താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ടാവും. So this total pressure or thrust may be assumed to act at the 1/3 from the lowest depth of lengthwise uniform height. But total earth pressure ഞാൻ അതേ സെന്റൻസ് കൊടുത്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതും ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. സെന്റൻസുകൾ സെയിം തന്നെയായിട്ടായിരിക്കും. ദ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ത്രസ്റ്റ് മേ ബി അസ്യൂം ടു ആക്ട് അറ്റ് എവിടെയായിരിക്കും 1/3 ഫ്രം ദ ലോവസ്റ്റ് ഡെപ്ത് ഓഫ് ലെങ്ത് വൈസ് സ്ട്രെച്ചസ് ഓഫ് യൂണിഫോം ഹൈറ്റ്. അപ്പൊ ഇത്രയാണ് റീറ്റെയിനിങ് വാളിന്റെ ജനറൽ കാര്യങ്ങൾ. അത് പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് റീറ്റെയിനിങ് വാൾ. റീറ്റെയിനിങ് വാൾ മെയിൻ ആയിട്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ മോഡ് ഓഫ് റെസിസ്റ്റിംഗ് പ്രഷർ, ഗ്രാവിറ്റി വാൾ, മേസൺറി അല്ലെങ്കിൽ പ്ലെയിൻ കോൺക്രീറ്റ് വെച്ച് നമുക്ക് ഗ്രാവിറ്റി വാൾ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഗ്രാവിറ്റി വാൾസ് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ്. ഗ്രാവിറ്റി ആണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്, റെസിസ്റ്റ് പ്രഷർ ഫ്രം ബിഹൈൻഡ്. ദെൻ വരുന്നതാണ് കാന്റിലിവർ റീറ്റെയിനിങ് വാൾ. കാന്റിലിവർ റീറ്റെയിനിങ് വാൾ നമ്മൾ മെയിൻ ആയിട്ട് RCC വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ആൻഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് T ഓർ L ഷേപ്പിലായിരിക്കും നമ്മൾ കാന്റിലിവർ വാൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ. കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ നമ്മൾ RCC വെച്ചാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണേ. ഇനി കൗണ്ടർ ഫോർട്ട് എന്ന് പറയുന്നത് കൗണ്ടർ ഫോർട്ട് വാൾസ് ആർ കാന്റിലിവർ വാൾസ് സ്ട്രെങ്തൻ വിത്ത് കൗണ്ടർ ഫോർട്ട് മോണോലിത്തിക് വിത്ത് ബാക്ക് ഓഫ് ദ വാൾ സ്ലാബ് ആൻഡ് ബേസ് സ്ലാബ്. അതായത് ഫിഗർ വെച്ച് കാണിച്ചു തരാം. നമ്മുടെ കാന്റിലിവർ സ്ലാബ് തന്നെ അതിന്റെ അകത്ത് നമ്മൾ കൗണ്ടർ ഫോർട്ട് പോലെ ഒരു സ്ട്രക്ചർ, ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ കൗണ്ടർ ഫോർട്ട് ചെയ്യുന്നതിനാണ്. അപ്പൊ ഒരു റീറ്റെയിനിങ് വാളിന്റെ ഈ ഭാഗം
മേലത്തെ ഭാഗത്തിന് നമ്മൾ സ്റ്റെം എന്ന് പറയും. ഇത് ടോ സ്ലാബ്, ബാക്കിലുള്ള ഹീൽ സ്ലാബ്. ദെൻ ഇതാണ് ടൈപ്പ് ഓഫ് റീറ്റെയിനിങ് വോൾസ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റി റീറ്റെയിനിങ് വോൾ ഉണ്ട്, ടി ഷേപ്പ് റീറ്റെയിനിങ് വോൾ, എൽ ഷേപ്പ് റീറ്റെയിനിങ് വോൾ ആണ്. ദെൻ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വോൾ ആൻഡ് ബട്ട്രസ് വോൾ. Important points of retaining wall എന്ന് പറയുന്നത്, it become uneconomical if height of retaining wall goes beyond 8 meter. So അപ്പോൾ retaining wallന്റെ height നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, 8 meter വരെ പറ്റുള്ളൂ. 8 meter മേലെ പോയിട്ടുണ്ടെങ്കിൽ retaining wall uneconomical ആയിരിക്കും. Stem, heel and toe slab behave bend like cantilever. സ്റ്റെമ്മും ഹീലും ടോ സ്ലാബും എല്ലാം കാൻലിവർ പോലെ ആയിരിക്കും, അല്ലെ ടോപ്പ് സ്ലാബ് എല്ലാം കാൻലിവർ സ്ലാബ് പോലെ ആയിരിക്കും ബെൻഡ് ചെയ്യുക. Thickness of any slab should not be less than 150 mm. ഏത് സ്ലാബ് എടുത്താലും, അതായത് ഈ പറഞ്ഞ സ്റ്റെമ്മും ഹീലും ടോ സ്ലാബ് എല്ലാത്തിന്റെയും തിക്നെസ് എന്ന് പറയുന്നത് 150 mm കുറയാൻ പാടില്ല. മിനിമം thickness of the slab is 150 mm. Stem is generally tapered with the maximum thickness at bottom. Stem ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ നേരത്തെ ആ മേലത്തെ ഭാഗത്തിനാണ് നമ്മൾ ഇതിനെയാണ് സ്റ്റെം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ സ്റ്റെം ടേപ്പർ ചെയ്തിട്ടായിരിക്കും, മേലിൽ തിക്നെസ് കുറവും താഴെ thickness കൂടുതലായിട്ടും. So stem is generally tapered with the maximum thickness at bottom. Main reinforcement of stem is provided on the back face. ആ ബാക്ക് ഫേസിൽ നിന്നാണല്ലോ നമ്മൾ കൂടുതൽ എന്താ പറയാ ഫോഴ്സ് വരുന്നത്. So main reinforcement of stem is provided on back face of the retaining wall. Main reinforcement of heel and top slab is provided on top and bottom respectively. അതായത് ഹീലിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ടോപ്പിലും ടോ സ്ലാബിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ബോട്ടത്തിലും ആയിരിക്കും. ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഹീൽ ആൻഡ് ടോപ്പ് സ്ലാബ് ആർ ബാക്ക് ആൻഡ് ഫ്രണ്ട് ഓഫ് സ്റ്റെം റെസ്പെക്റ്റീവ്ലി. ഹീലിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ ബാക്കിലായിരിക്കും, ടോ സ്ലാബിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ ഫ്രണ്ടിലും ആയിരിക്കും. And critical section for bending stress is a junction of base slab and stem. Critical section for bending stress എന്ന് പറയുന്നത്, ബെൻഡിങ് സ്ട്രെസ്സിന്റെ മൂലം ഉണ്ടാവുന്ന ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ബേസ് സ്ലാബിന്റെയും ആ സ്റ്റെമ്മിന്റെയും ജംഗ്ഷന്റെ സ്ഥലത്തായിരിക്കും ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയും. In a cantilever retaining wall, the maximum bending moment in the stem will be at the base. Cantilever retaining wallലെ ഏറ്റവും ബെൻഡിങ് മൊമെന്റ് മാക്സിമം വരുന്നത് ആ ബേസിലായിരിക്കും. സ്റ്റെമ്മിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ബേസിലായിരിക്കും. Then active earth pressure produce disturbing force and disturbing moment for sliding and overturning. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ retaining wallന്റെ മെയിൻ ആയിട്ട് സ്ലൈഡ് ചെയ്യാനും ഓവർടേണിംഗ് ചെയ്യാനുമാണ് ഈ പ്രഷർ കൂടുതൽ കൊടുക്കുക. So restoring moment is obtained by self weight of retaining wall and soil above the heel slab. അവിടെ ഉണ്ടാകുന്ന restoring moment കിട്ടാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് retaining wallന്റെ സെൽഫ് വെയിറ്റും അതുപോലെ തന്നെ അവിടെ ആ ഹീൽ സ്ലാബിന്റെ മേലിലേക്കുള്ള സോയിലിന്റെ സെൽഫ് വെയിറ്റും കൂടെയാണ് എടുക്കുക. Restoring force for sliding is obtained from friction between base slab and soil above it. ഫ്രിക്ഷന്റെ കേസ് വരുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്, restoring force എടുക്കാൻ വേണ്ടി is obtained from friction between restoring force for sliding വരുമ്പോൾ നമ്മൾ അവിടെ എടുക്കേണ്ട ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ friction between base slab and soil below it. ഇനി നമ്മൾ അത് ചെയ്യുമ്പോൾ wall is not safe against sliding എന്ന് പറഞ്ഞ് കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു ഷിയർ കീ എന്ന് പറഞ്ഞ ഭാഗം കൂടെ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് അവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ സ്ലൈഡിങ് ഫെയിലിയർ ആയിട്ടാണ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സേഫ് അഗൈൻസ്റ്റ് സ്ലൈഡിംഗ് എന്നാണ് കാണുന്നതെങ്കിൽ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് ഷിയർ കീ. ഇനി ഷിയർ കീ എവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് എയ്തർ ബിലോ ദ സ്റ്റെം ഓർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഹീൽ. ഷിയർ കീ നമുക്ക് ഒന്നെങ്കിൽ സ്റ്റെമ്മിന്റെ താഴെ പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഹീലിന്റെ എൻഡിലായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. But it should not be provided at the end of the toe. Toeയുടെ ആ ഭാഗത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യരുത്. And if shear key is provided, then it should be designed taking the effect of passive pressure. Shear key പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പാസീവ് പ്രഷറിനെ എടുത്തിട്ടായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. ഇത്രയാണ് ഷിയർ കീയിൽ പറയുന്ന കാര്യങ്ങൾ. ഷിയർ കീ സ്ലൈഡിങ് എന്നൊരു കണ്ടീഷൻ വരികയാണെങ്കിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഷിയർ കീ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി ഷിയർ കീ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ക്യാൻ ബി പ്രൊവൈഡഡ് either below the stem or at the end of the heel and it should not be provided at the end of toe. ഇനി ഷിയർ കീ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ it should be ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ പാസീവ് പ്രഷർ ആയിരിക്കണം എടുക്കേണ്ടത്. ആൻഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് റീസ്റ്റോറിംഗ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെഡ് ലോഡ് എടുക്കുമ്പോൾ 90% മാത്രമേ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറുള്ളൂ. ഇനി ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുക്കുമ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൈൻസ്റ്റ് ഓവർടേണിംഗ് ആൻഡ് സ്ലൈഡിംഗ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.
1.4. Road safety against overturning and also sliding should not be less than 1.4. For most economical descent, resultant of pressure from soil should pass through the front face of the stem. എക്കണോമിക്കൽ ഡിസൈൻ കിട്ടാൻ വേണ്ടി പ്രഷർ മൂലം ഉണ്ടാവുന്ന റിസൾട്ടൻ എന്ന് പറയുന്നത് സോയിൽ കൊടുക്കുന്ന പ്രഷർ റിസൾട്ടൻ എന്ന് പറയുന്നത് സ്റ്റെമ്മിന്റെ ഫ്രണ്ട് ഫേസിൽ കൂടെ പാസ് ചെയ്യണം. ഇനി റിസൾട്ടൻ ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ ആൻഡ് ഡെഡ് ലോഡ് ഷുഡ് പാസ് ത്രൂ മിഡിൽ തേർഡ് ഓഫ് ദ ബേസ് സ്ലാബ് ഡയമെൻഷൻ ഫോർ നോ ലിഫ്റ്റിംഗ് കണ്ടീഷൻ. സോയിലിന്റെ പ്രഷർ മൂലം ഉണ്ടാവുന്നത് എവിടെ കൂടെ പാസ് ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് പാസ് ത്രൂ ദ ഫ്രണ്ട് ഫേസ് ഓഫ് ദ സ്റ്റെം. ഇനി ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെയും ഡെഡ് ലോഡിന്റെയും കൂടെ റിസൾട്ടൻ ഷുഡ് പാസ് ത്രൂ ദ മിഡിൽ തേർഡ് ഓഫ് ദ ബേസ് സ്ലാബ് ഡയമെൻഷൻ ഫോർ നോ ലിഫ്റ്റിംഗ് കണ്ടീഷൻ. ലിഫ്റ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഇൻ ജനറൽ ദ ലെങ്ത് ഓഫ് ബേസ് സ്ലാബ് ഈസ് 0.6 to 0.8 times ഹൈറ്റ് ഓഫ് റീറ്റെയിൻഡ് എർത്ത്. ലെങ്ത് ഓഫ് ബേസ് സ്ലാബ് എന്ന് പറഞ്ഞ് എടുക്കുന്നത് 0.6 to 0.8 times the height of retained earth ആണ്. For preliminary design, stem can be placed at 1/3 of the length of base slab. First നമ്മൾ എടുക്കാൻ വേണ്ടി സ്റ്റെമിന്റെ ഒരു വാല്യൂ എടുക്കാൻ വേണ്ടി നമുക്ക് stem can be placed at 1/3 of length of base slab. And for after every 30 meter, a joint is provided to take care of expansion and contraction of retaining wall. ആ ഒരു വാല്യൂ ചോദിച്ചിട്ടുള്ളതാണ്. എത്ര മീറ്റർ എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ ജോയിന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് retaining wall. After every 30 meter, a joint is provided to take care of expansion and contraction of retaining wall. ഇനി ഈ പറഞ്ഞ കൂടാതെ കൗണ്ടർ ഫോർ റീറ്റെയിനിങ് വോളിനകത്ത് വരുന്ന കുറച്ചുകൂടെ പോയിന്റ്സ് ആണ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇഫ് ഹൈറ്റ് ഓഫ് റീറ്റെയിൻ എർത്ത് ഗോസ് ബിയോണ്ട് 6 to 8 meter. 6 to 8 മീറ്ററിന് മേലെ വരികയാണെങ്കിലാണ് നമ്മൾ കൗണ്ടർ ഫോർ റീറ്റെയിനിങ് വോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാൻലിവർ ആക്ഷൻ ഓഫ് സ്റ്റെം ആൻഡ് ഹീൽ സ്ലാബ് ഓഫ് കാൻലിവർ retaining wall is converted into continuous slab. സ്റ്റെമ്മിന്റെ ഹീൽ സ്ലാബിന്റെ കാൻലിവർ ആക്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സ്ലാബുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ക്ലിയർ സ്പേസിംഗ് ബിറ്റ്വീൻ കൗണ്ടർ ഫോർട്ട് ലൈസ് ബിറ്റ്വീൻ h/3 to h/2. കൗണ്ടർ ഫോർട്ടിന്റെ ക്ലിയർ സ്പേസിംഗ് h/3 to h/2 ആണ്. അതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടെ പറയാറുള്ളതാണ്. നോർമലി കൗണ്ടർ ഫോർട്ട് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് ഇന്റർവൽ ഓഫ് 2 to 3 meter. So clear spacing between counter fort lies between h/3 to h/2 and counter fort in a retaining wall are spaced at an interval of 2 to 3 meter. Counter fort is designed as T-beam and main reinforcement is provided on inclined face. Counter fort എപ്പോഴും T-beam ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അതിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം എപ്പോഴും ഇൻക്ലൈൻഡ് ഫേസിലായിരിക്കും നമ്മൾ അതിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. സോ ഇത്രയാണ് റീറ്റെയിനിങ് വോളിന് ഉള്ള കാര്യങ്ങൾ. സമയമായോ? അപ്പൊ ഒന്നും കൂടെ നോക്കിയേക്കാം. നമുക്ക് പ്രീസ്ട്രെസ്ഡ് ബീമും റീറ്റെയിനിങ് വാളും ഉണ്ട്. ഇതോടുകൂടി കോൺക്രീറ്റിന്റെ ഡിസൈൻ ഓൾമോസ്റ്റ് തീരെയാണ്. കോൺക്രീറ്റിന്റെ നോട്ട് ഞാൻ നാളെ ടെലഗ്രാമിൽ അയച്ചേക്കാം. എക്സ്ട്രാ കുറെ പോയിന്റും കൂടെ ആ നോട്ടിൽ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോബ്ലംസ് ചോദിച്ചേക്കുന്ന PSC ചോദിച്ചേക്കുന്ന പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്തതും കൂടെ നോട്ടിൽ തന്നുവിടാം. തിങ്കളാഴ്ച സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. തിങ്കളാഴ്ച സ്റ്റീലും കൂടെ എടുക്കുമ്പോൾ ഡിസൈൻ ചെയ്യും കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോണിൽ മെസ്സേജ് അയച്ചാൽ മതി. ഒരാൾ ചോദിച്ചിരുന്നു സമയം കിട്ടാനായിട്ട്. ഞാൻ എപ്പോഴേലും ക്ലിയർ ചെയ്തിട്ടേക്കാം. മാക്സിമം 1 വീക്കിനുള്ളിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഈ ആഴ്ച തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തിട്ട്, അതുപോലെ തന്നെ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങാനും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് അങ്ങ് മനസ്സിലാവാത്ത അല്ലെങ്കിൽ കിട്ടാത്ത ഉണ്ടെങ്കിൽ അതും ഒന്ന് ചെയ്തിട്ട് മതി. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.